നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ഗണപതി ഭഗവാനേ സർവേശ്വര. കീർത്തി എന്ന് പറയുന്ന രാജ്ഞി തൻ്റെ മൃതനായ മകനെ ഗൃത്സമതൻ്റെ ഗണേശപൂജനത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ശമീവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് പൂജിച്ച് ആ പുണ്യത്തെ കൊടുത്തതുകൊണ്ട് പുനർജീവിപ്പിച്ചിട്ട് ശമീമന്താര മഹാത്മ്യം മുഴുവൻ നമ്മൾ കേട്ടു. അതിനുശേഷം അവിടുന്ന് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ മഹർഷിയോട് അനുവാദം ചോദിച്ചു. മഹാത്മാക്കളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരോട് അനുവാദം ചോദിച്ചിട്ട് വേണം നമ്മൾ അവിടുന്ന് പോകാൻ, അല്ലാതെ ഒന്നും മിണ്ടാണ്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോകല്ല വേണ്ട. അപ്പോൾ ആ ഒരു മര്യാദ പഴയ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പോകാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ ഈ ദേവി ആ അനുവാദം ചോദിക്കുന്ന കൂട്ടത്തിൽ മഹർഷിയുടെ അടുത്ത് ചോദിച്ചു. ശമീവൃക്ഷത്തിൻ്റെയും മന്ദാരത്തിൻ്റെയും മാഹാത്മ്യം പറഞ്ഞു തന്നു. അവിടുന്ന് 6 അക്ഷരമുള്ള ഗണപതിയുടെ മന്ത്രം ഉപദേശിച്ചു തന്നു. ഇനി കൂടുതൽ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കും എൻ്റെ കുട്ടിക്കും എങ്ങനെയാണ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുകയെന്ന് ചോദിച്ചു. അതിന് ഗൃത്സമതം പറഞ്ഞു, ഗണപതി ഭഗവാനിലുള്ള ഭക്തി നിനക്ക് അത്ര അധികം ഉണ്ട്, അത് തന്നെയാണ് നിൻ്റെ രക്ഷ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഇവന് ഞാനൊരു മന്ത്രം പറഞ്ഞു കൊടുക്കാം. 4 അക്ഷരമുള്ളൊരു മന്ത്രം. വാസ്തവത്തിൽ ഈ 4 അക്ഷരമുള്ള മന്ത്രം ജപിച്ചിട്ടാണ് നാരായണൻ ജനാർദ്ദന് ലോകപാലനത്തിനുള്ള ശക്തി കിട്ടുന്നത്. അഗ്നിദേവൻ അതുപോലെ വായുദേവൻ, അഗ്നിക്ക് ദഹിപ്പിക്കാനുള്ള ശക്തി, വായുവിന് ശോഷിപ്പിക്കാനുള്ള ശക്തി, ഇത് രണ്ടും ഈ 4 അക്ഷരമുള്ള മന്ത്രം ജപിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഡുണ്ഡിരാജൻ എന്ന പേരുള്ള ഗണേശൻ്റെ രൂപമാണത്. ആ ഡുണ്ഡിരാജ മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം. അതിൻ്റെ മഹിമ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. പണ്ട് ദുരാസതൻ എന്നു പേരുള്ള അസുരനെ ഡുണ്ഡിരാജനാണ് വധിച്ചത് എന്ന് പറഞ്ഞിട്ട് ഡുണ്ഡിരാജൻ്റെ കഥ പറയാൻ തുടങ്ങണം. ഈ പേര് കിട്ടാനുള്ള കാരണവും ഞാൻ പറഞ്ഞു തരാം. പഴയ കാലത്ത് അഗസ്ത്യ മഹർഷിക്ക് സുബ്രഹ്മണ്യസ്വാമി ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ കഥ. അത് ഞാൻ പറയാമെന്ന് പറയും. വിഷ്ണു ഭഗവാൻ കശ്യപൻ്റെ അടുത്ത് ലോകത്തിൽ നാനാ ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അനവധി ജീവജാലങ്ങളെ സൃഷ്ടിച്ച കഥ നമ്മൾ ഇന്ന് രാവിലെയും കശ്യപനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ചിലർ പുണ്യം ചെയ്തു, അങ്ങനെയുള്ളവർ സ്വർഗത്തിലെത്തി, പാപം ചെയ്തവർ നരകത്തിൽ പോയി. അതിൽ പുണ്യനഗരങ്ങളുടെ കൂട്ടത്തിൽ വാരാണസി എന്നു പേരുള്ള കാശി അതിപ്രസിദ്ധമാണ്. വാരണ എന്നും അസി എന്നും പേരുള്ള 2 നദികൾ ഗംഗയിൽ വന്ന് ചേരുന്ന സ്ഥലമായതുകൊണ്ടാണ് അതിന് വാരാണസി എന്ന് പേര്. ഗംഗാദേവി ഇങ്ങനെ ഒഴുകുമ്പോൾ വാരണ ഇങ്ങനെ വന്ന് ചേരും, അസി ഇങ്ങനെ വന്ന് ചേരും. ഇതിൻ്റെ ഇടയിലുള്ള ഈ സ്ഥലമാണ് കാശീഖണ്ഡം എന്ന് പറയുന്നത്. ഗംഗ ഇങ്ങനെ പോവുകയാണ് കടലിലേക്ക്. കൽക്കട്ടയിൽ നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, കൽക്കട്ട ഇവിടെയാണ്, ഹിമാലയം ഗംഗോത്രി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് പ്രയാഗത്തിലൊക്കെ വന്ന് യമുനയും മറ്റേ സരസ്വതിയായിട്ടൊക്കെ ചേർന്ന് ത്രിവേണിയിൽ ചേർന്ന് ഒന്നായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വാരണയും ഇവിടുന്ന് അസി. ഇതിൽ ഈ വാരണ വന്ന് ചേരുന്ന അവിടെ നാരായണൻ ഇരിക്കുന്നുണ്ട്. അസിയുടെ അവിടെയാണ് ശ്രീരാമസ്വാമി കാവൽ നിന്നിട്ട് രാമചരിതമാനസ് എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ സ്ഥലമാണ് കാശീഖണ്ഡം എന്നാ പറയുക അതിനെ. കാശി ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മരിക്കുന്നത്, അവിടെ വെച്ച് ഉപാസിക്കുന്നത്, ഇതൊക്കെ അതിവിശേഷമാണ്. ഇതിങ്ങനെ കേട്ടാൽ തന്നെ പുണ്യാണെന്നാണ് ആ കാശി എന്നുള്ള നാമം. കാശി വെച്ചാൽ വെളിച്ചത്തിൻ്റെ പർവ്വതം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം, 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 മനസ്സിലും വെളിച്ചം, ജീവിതത്തിലും വെളിച്ചം. അതാണ് കാശി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വാരണയും അസിയും ചേരുന്നത് കൊണ്ട് വാരാണസി. അത് ബ്രിട്ടീഷുകാർക്ക് നാക്ക് വഴങ്ങാത്തതുകൊണ്ട് അവരത് ബനാറസ് എന്നാക്കി. ഇങ്ങനെയാണ് ആ പേര് വരുന്നത്. പ്രാചീന കാലത്ത് ആ നഗരത്തിൻ്റെ പേര് ആനന്ദവനം എന്നായിരുന്നു. അതിപ്രാചീന കാലത്ത് അന്ന് ദിവോദാസൻ എന്ന് പറഞ്ഞ രാജാവ് ഭരിച്ചിരുന്നു. ദിവോദാസൻ്റെ കഥയാണ് ഈ ദുരാസതൻ്റെ വധം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ആ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ ദുരാസതൻ എന്ന് പറയുന്ന ഈ ഭീകരനായിട്ടുള്ള അസുരൻ്റെ കഥ പറയാൻ തുടങ്ങുകയാണ് ഗൃത്സമത മഹർഷി. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ശിവന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് വാരാണസി എന്ന് പറയുന്നത്. ഭഗവാന്റെ സെക്കൻഡ് ഹോമോ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല 2ാമതൊരു വീട് പോലെ എന്ന് പറയുന്നതാണ് കൈലാസം കഴിഞ്ഞ. വാസ്തവത്തിൽ ഭഗവാന്റെ കഴുത്ത് എന്തോ ഭഗവാൻ ഇങ്ങനെ തല ഒന്ന് തിരിച്ചപ്പോൾ ഭഗവാന്റെ ചെവിയിലുള്ള കുണ്ഡലങ്ങളിലൊന്ന് മണി രത്നം താഴെ പതിച്ച സ്ഥലത്തിനെയാണ് കാശിയിൽ മണികർണിക എന്ന് നമ്മൾ വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശ്മശാനം നിൽക്കുന്നത് മണികർണികയിലാണ്. എത്രായിരം കൊല്ലം മുമ്പ് കൊളുത്തിയിട്ടുള്ള തീയിന്ന്
ശവശരീരങ്ങൾ ഇങ്ങനെ നിർത്താതെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. ആ മണികർണികയിൽ ശവങ്ങൾ കൊണ്ടുവന്നിട്ട്, മൃതശരീരങ്ങൾ കൊണ്ടുവന്നിട്ട് ഗംഗയിലൊന്ന് മുക്കും. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് ചെതയിൽ വയ്ക്കും. ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് അറ്റ് എ ടൈം 20, 30, ചിലപ്പോൾ 100 ചെതകൾ വരെ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം രാവും പകലും. പക്ഷെ ഒരു ശ്മശാനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത്, ആ ശ്മശാനത്തിൻ്റെ ഉള്ളിൽ തന്നെ മഹാകാലനിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് പടവുകൾ കയറി ചെന്ന് കഴിഞ്ഞാൽ കാശി വിശ്വനാഥനെ നമുക്ക് കാണാനും സാധിക്കും. അങ്ങനെയുള്ള ആ മണികർണിക ഒരു പുണ്യസങ്കേതമാണ്. മണികർണിക എന്ന് പറയുന്നത് ഗംഗാദേവിയുടെ മറ്റൊരു നാമമാണ്. അതിനും മന്ത്രവും പൂജാവിധിയൊക്കെ ഉണ്ട്. ഭഗീരഥൻ പണ്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭാഗീരഥി നദി അവിടെ ദിവ്യരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ദുരാസദൻ്റെ കഥയിലേക്ക് പോകണു. വാരാണസിയായിട്ട് ബന്ധിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആ കഥ ബന്ധിക്കുന്നത് നമുക്ക് നോക്കാം. പണ്ട് നമുക്കൊക്കെ അറിയണ ഒരു അസുരനാണ് ഭസ്മാസുരൻ, അല്ലേ? ഭസ്മാസുരന് വരം കൊടുത്ത പോലെ എന്ന് പറയും. മഹാദേവൻ ഒരു വരം കൊടുത്തു, ആരുടെ തലയിൽ നീ കൈവയ്ക്കണോ അവൻ ഭസ്മാവുന്നു. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കാൻ ശിവൻ്റെ തലയിൽ തന്നെ കൈവയ്ക്കാൻ പോയി. അതിൽ നാരായണൻ അപ്പോൾ ഒരു സ്ത്രീയുടെ വേഷത്തിൽ, മോഹിനിയുടെ വേഷത്തിൽ വന്നു എന്നും ചിലർ പറഞ്ഞു ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്നു എന്നും. ഇദ്ദേഹത്തിനോട് പറഞ്ഞു, അതൊക്കെ പറ്റിക്കാൻ പറയണേ, അങ്ങനെ ഒരു വരമൊക്കെ ആരെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട്, നീ വേണമെങ്കിൽ ഒന്ന് സ്വന്തം തലയിൽ കൈവച്ച് പരീക്ഷിച്ച് നോക്ക് എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അങ്ങനെ സ്വന്തം തലയിൽ കൈവയ്ക്കാൻ മാത്രം മണ്ടനായിരുന്നോ ഭസ്മാസുരൻ അറിയില്ല. എന്തായാലും കൈവച്ചു, ഭസ്മായി എന്നാണ് ഒരു കഥ. വേറൊരു കഥയിൽ മോഹിനിയായിട്ട് വന്നു, ആകർഷിച്ചു കൊണ്ടുപോയി പന്ത് കളിച്ചു. അങ്ങനെ പന്ത് കളിച്ചിരിക്കണതിൻ്റെ ഇടയിൽ മോഹിനി നൃത്തം ചെയ്യണത് ഒരു സ്റ്റെപ്പ് കാണിക്കും. അപ്പോൾ ആ സ്റ്റെപ്പ് ഇവൻ അനുകരിക്കും. അപ്പോൾ മോഹിനി അടുത്ത സ്റ്റെപ്പ് കാണിക്കും, അത് വേറൊരു സ്റ്റെപ്പ് അനുകരിക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് അനുകരിപ്പിച്ച് നൃത്തത്തിൽ ലയിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മോഹിനി പെട്ടെന്ന് ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ തലയിൽ കൊണ്ട് കൈവച്ചു. അതേപോലെ അവനറിയാണ്ട കൈവച്ച ആ നിമിഷത്തിൽ അവൻ ഭസ്മായി പോയി എന്ന് ഒരു കഥയുണ്ട്. അവൻ്റെ മകനാണ് ഈ ദുരാസദൻ. ദുരാസദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കാൻ ബുദ്ധിമുട്ടുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ അടുത്തേക്ക് അത്ര പെട്ടെന്ന് പോകാൻ പറ്റില്ല. അൺഅപ്രോച്ചബിൾ എന്ന് പറയും ഇംഗ്ലീഷിൽ, ഇനാക്സസിബിൾ. അങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെ മെരുക്കാൻ പറ്റും, അവനെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? അദ്ദേഹം വംശാചാര്യനായിട്ടുള്ള ശുക്രമഹർഷി അടുത്ത് ചെന്നിട്ട് മന്ത്രോപദേശം വേണമെന്ന് പറഞ്ഞപ്പോൾ ശുക്രൻ മഹാദേവൻ്റെ ഭക്തനാണ്, മഹാദേവൻ്റെ പുത്രഭാവമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വൈദികമായിട്ടുള്ള നാമം ഉശനസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഉശനസ് എന്നായിരുന്നു. വേദത്തിൽ അദ്ദേഹത്തിൻ്റെ കഥയുണ്ട്. ഉശനസ് ഭയങ്കര അഹങ്കാരിയായിട്ട് പലവിധ സിദ്ധികളൊക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം മഹാദേവൻ്റെ കോപത്തിന് പാത്രമായപ്പോൾ ഭഗവാൻ വാ വളർന്നിട്ട് അങ്ങനെ വിഴുങ്ങിയവൻ. പക്ഷെ മരിച്ചില്ല. വയറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. അതാണ് ലോകത്തിലെ ആദ്യത്തെ മൃത്യുഞ്ജയ സ്തുതി. അത് ശിവപുരാണത്തിലുണ്ടത്. നമസ്തേ ദേവദേവേശായ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു സ്തുതി, ഒരു വലിയ സ്തുതിയാണ്. രോഗം വന്ന് കിടക്കുന്നവരത് ജപിക്കുന്നത് വളരെ വിശേഷമാണ്, മൃത്യുഞ്ജയ സ്തുതി. അപ്പോൾ ഭഗവാൻ സന്തോഷിച്ചിട്ട് ഭഗവാന്റെ ലിംഗത്തിൽ കൂടെ പുറത്തേക്ക് വന്നു എന്നാണ്. അപ്പോൾ പുത്രൻ്റെ ഭാവമായി ലിംഗത്തിലൂടെ പുറത്ത് വന്നുകൊണ്ട്, അതുകൊണ്ട് പുത്രഭാവം കൊടുത്തു. ശുക്ലത്തിലൂടെ പുറത്തു വന്നതുകൊണ്ട് ശുക്രൻ എന്ന് പേര് കിട്ടി അദ്ദേഹത്തിന് ഭഗവാൻ മൃതസഞ്ജീവനി മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. മഹാദേവനാണല്ലോ മരണത്തിന് കീഴടക്കിയിട്ടുള്ള ഏക ആൾ. അപ്പോൾ മൃതസഞ്ജീവനി മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രം കൊണ്ടാണ് ശുക്രൻ ലോകത്തിൽ മരിച്ചു വീണ സകല അസുരന്മാരെയും ജീവിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പഞ്ചാക്ഷര മന്ത്രമാണ് ദുരാസദന് പറഞ്ഞു കൊടുത്ത്. 1000 വർഷക്കാലം ഏകാഗ്രതയോട് കൂടിയിട്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് നിരാഹാരനായിട്ട് പഞ്ചാക്ഷര മന്ത്രം ജപിച്ചിട്ട് ദുരാസദൻ കണ്ണിൻ്റെ ഭാഗം വരെ ചെതൽപ്പുറ്റായി, ഇവിടം വരെ ചെതൽപ്പുറ്റ് വളർന്നു. ഇനി കുറച്ചുകൂടെ മൂടാനുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. എനിക്ക് ആരിന്നും മരണഭയം ഉണ്ടാവരുത്, ദേവന്മാരോ മനുഷ്യന്മാരോ ആരും എന്നെ കൊല്ലരുത്, അതേമാതിരി നാൽക്കാലികൾക്കും എന്നെ കൊല്ലാൻ സാധിക്കരുത് എന്ന് പറഞ്ഞു. ഭഗവാൻ ചോദിച്ചതൊക്കെ കൊടുത്തു. കാമദേവനെപ്പോലും തോൽപ്പിക്കാൻ തക്കവണ്ണമുള്ള സൗന്ദര്യം എനിക്കുണ്ടാവണം, എല്ലാവരും എന്നെ മാനിക്കണം, സ്വർഗരാജ്യം എനിക്ക് കിട്ടണം, മാത്രമല്ല എനിക്കെപ്പോഴും അങ്ങയുടെ തൃപ്പാദഭക്തി ഉണ്ടാവണം, അതിലൊരു മാറ്റവും വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങി. ഗൃത്സമതൻ ഈ കഥ പറഞ്ഞു കൊടുക്കണം കീർത്തിക്ക്. ചോദിച്ചത് മുഴുവൻ മഹാദേവൻ കൊടുത്തു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ദുരാസദൻ ശിവൻ്റെ വരം കിട്ടി അഹങ്കാരം മൂത്തിട്ട് സ്വർഗം ഭൂമി പാതാളം സകലതും കീഴടക്കി. അവസാനം വൈകുണ്ഠത്തുനിന്ന് ഭഗവാനെയും കൈലാസത്തുനിന്ന് മഹാദേവനെയും തന്നെയും പറഞ്ഞു വിട്ടു. ഈ ശക്തി കൊണ്ട് ആരാണോ ഉപകാരം ചെയ്തത് അവർക്ക് തന്നെ ദ്രോഹത്തെ ചെയ്തു. മഹാദേവൻ കാശിയിൽ വന്നിട്ട് താമസിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഭൂമണ്ഡലം മുഴുവൻ കീഴടക്കി കഴിഞ്ഞ് സ്വർഗവും കീഴടക്കി കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഇനി എന്താ കാര്യങ്ങൾ ചെയ്യുക
എന്ന് ചിന്തിച്ചിട്ട് സ്വന്തം അച്ഛനായിട്ടുള്ള ഭസ്മാസുരൻ സ്ഥാപിച്ചിട്ടുള്ള മുകുന്ദപുരം എന്ന് പറയുന്ന പട്ടണത്തിലെത്തി. മുകുന്ദപുരം എന്ന് അതിന് പേര് വരാൻ കാരണം പണ്ട് മഹാവിഷ്ണു ഭസ്മാസുരനെ നിഗ്രഹിച്ച സ്ഥലമായതുകൊണ്ടാണ് അതിന് മുകുന്ദപുരം എന്ന് പേര്. അപ്പോൾ അച്ഛൻ്റെ ശത്രുവായിട്ടുള്ള ആളുടെ പേരുള്ള പട്ടണത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് മന്ത്രിമാർ പറഞ്ഞു, അങ്ങയുടെ ദിഗ്വിജയം പൂർണ്ണമാവണമെങ്കിൽ ഒരു രാജ്യം മാത്രം ബാക്കി കിടക്കുന്നുണ്ട്, അത് കാശിയാണ്. ആ വാരാണസി നഗരത്തിനെ അവിടുന്ന് പിടിച്ചെടുത്താലല്ലാണ്ട് അദ്ദേഹത്തിന് ഈ ദിഗ്വിജയം പൂർണ്ണമാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദുരാസദൻ തൻ്റെ വലിയ സൈന്യങ്ങളോട് കൂടിയിട്ട് കാശിയിലേക്ക് ചെന്നു. കാശിയിൽ ചെന്നപ്പോൾ ജനങ്ങളൊക്കെ പേടിച്ച് വിറച്ച് നിലവിളിച്ച് പല വഴിക്ക് ഓടിപ്പോയി. അവർ കാശിയുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് ആ കേദാരഘാട്ടിൻ്റെ അടുത്തുള്ള കേദാരക്ഷേത്രത്തിനെ കണ്ടു. ആ കേദാരക്ഷേത്രത്തിനെ തവിട് പൊടിയാക്കി, കേദാരക്ഷേത്രത്തിനെ തല്ലി തകർത്ത്. ഇന്ന് നിങ്ങൾക്ക് കേദാരക്ഷേത്രം കാണാൻ പറ്റും. അങ്ങനെ ആ കേദാരക്ഷേത്രത്തിനെ നശിപ്പിച്ച് അവിടെയുള്ള ബ്രാഹ്മണരെയൊക്കെ ഓടിച്ച്, ചുരുക്കി പറഞ്ഞാൽ കാശി എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യയുടെയും വേദത്തിൻ്റെയും സകല തന്ത്രത്തിൻ്റെയും ഒക്കെ സ്ഥലം. ഒരു പഠനവും അവിടെ നടക്കാണ്ടായി, അക്ഷരപൂജ ഇല്ലാണ്ടായി, കാശിയെ നശിപ്പിച്ചു, അതിൻ്റെ ചൈതന്യം ഇല്ലാണ്ടായി. ഹോമങ്ങളൊക്കെ നിന്ന് പോയതുകൊണ്ട് ദേവന്മാരും പട്ടിണിയിലായി, അവർക്കും ശോഷണമാണ് സംഭവിച്ചത്. ഈ സമയത്ത് ഗൃത്സമതം പറയുക, ദേവർഷിമാരൊക്കെ കൂടി കേദാര ക്ഷേത്രത്തിൽ ചെന്നിട്ട് തകർന്നു കിടക്കുകയാണെങ്കിലും അവിടെ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവനെ കണ്ടു. ബ്രഹ്മാവ് കൂടെ ഇരിക്കണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളൊക്കെ നിഷ്കാസിതരായിട്ട് ഞങ്ങളുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ട് നടക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി തന്ന് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, കാരണം ജനങ്ങൾ ഹോമം ചെയ്താലേ ഞങ്ങൾക്ക് ഭക്ഷണമുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം എന്ന് പറഞ്ഞു. ഇതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം. അപ്പോൾ ബ്രഹ്മദേവനാണ് സംസാരിച്ച്. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല, ഭഗവാൻ ധ്യാനത്തിലായിരുന്നു മഹാദേവൻ. ശിവൻ കൊടുത്തിട്ടുള്ള വരം കൊണ്ടാണ് അവനെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാത്തത്. ഈ 3 ലോകത്തിലും അവനെ കൊല്ലാൻ ശക്തിയുള്ള ആരുമില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാം, മഹാദേവൻ്റെ തേജസ്സിൽ നിന്നുണ്ടാവുന്ന പാർവതിയുടെ പുത്രനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അവനെ വധിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വരമാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം മഹാദേവൻ്റെ പുത്രന്മാരാരും സാധാരണ ദേവന്മാരല്ല, അവർക്കൊക്കെ പരമാത്മ സ്വഭാവമാണ്. അതുകൊണ്ട് പരമാത്മാവിന് വധിക്കാം, ദേവൻ തൊട്ടിട്ടുള്ള സൃഷ്ടികൾക്കേ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മഹാദേവൻ ധ്യാനത്തിലാണ്. അപ്പം അമ്മയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവർ ദേവിയെ തപസ് ചെയ്യാൻ തുടങ്ങി. ദേവിയെ തപസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ദേവി അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഗണപതിയെ സ്തുതിക്കാൻ പറഞ്ഞു. അവർ ഗണപതിയെ സ്തുതിക്കാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഞാൻ ദുരാസദനെ കൊല്ലും വൈകാണ്ടേ എന്ന് പറഞ്ഞിട്ട്. ആരാ ഇങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. അത് കേട്ടപ്പോൾ അവർ മഹാദേവൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്തും അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ശ്രീപാർവതിയെ വീണ്ടും സമീപിച്ചിട്ട് ചോദിച്ചു, ഭഗവാൻ ധ്യാനത്തിലാണ്, അമ്മേ എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ദേവി പറഞ്ഞു, അശരീരി കേട്ടില്ലേ, സമാധാനമായിട്ടിരിക്കൂ, അവൻ തീർച്ചയായിട്ടും കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ദേവിയുടെ മുഖത്തെ ഭാവം മാറി, കോപം വന്നു. ദേവി അതിദീർഘമായിട്ടുള്ളൊരു നിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ശ്വാസത്തിനെ അങ്ങോട്ട് എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വിട്ട സമയത്ത് ദേവിയുടെ മുഖത്തുനിന്നും മൂക്ക്, കണ്ണ് തുടങ്ങിയിട്ടുള്ള അവയവങ്ങളിൽ നിന്നൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു തേജസ് പുറപ്പെട്ടു. ബ്രഹ്മാണ്ടത്തിനെ ദഹിപ്പിക്കണ ചൂടോട് കൂടിയിട്ടുള്ള ആ തേജസ് കണ്ടിട്ട് ദേവന്മാർക്ക് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റാണ്ടായി. അത്രയും വെളിച്ചം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വെളിച്ചത്തുമായിട്ട് കണ്ണ് പൊരുത്തപ്പെട്ട് വന്നപ്പോൾ 10 കൈകളുള്ള ഒരു ഗണപതിയുടെ ഒരു രൂപമാണ് അവർ ആ തേജസ്സിൻ്റെ അകത്ത് കണ്ടത്. അത് അവരുടനെ തന്നെ ഭഗവാനെ സ്തുതിച്ച് അവരുടെ ആഗ്രഹത്തെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, ദേവി ഉടനെ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ആ ഗണപതിക്ക് ഒരു പേര് കൊടുത്തു, വക്രതുണ്ഡൻ എന്ന് പേര് കൊടുത്തിട്ട് ഭഗവാന് വാഹനമായിട്ട് തൻ്റെ സിംഹത്തിനെ അങ്ങോട്ട് കൊടുത്തു. ആ ദുരാസദൻ്റെ വർദ്ധമാണ് നിൻ്റെ ഈ ജന്മോദ്ദേശം, അവനെ കൊല്ലുക എന്നുള്ളതാണ്, അതിനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട്. ഏത് ജന്മത്തിനും ഒരു പർപ്പസ് ഉണ്ടാവും, നമുക്കുമൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് തിരിച്ചറിയുമ്പോഴാണ് ജീവിതം രക്ഷപ്പെടുക. നമ്മളൊക്കെ സമൂഹത്തിൽ എല്ലാവരും പഠിക്കണു, കല്യാണം കഴിക്കണു, കുട്ടികളുണ്ടാവണു, ജോലിക്ക് പോകണു. ഈ ഒരു ചട്ടക്കൂട്ടിൻ്റെ അകത്തേക്ക് ഇടിച്ചു കയറാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൂർവ്വകർമ്മങ്ങൾക്കനുസരിച്ച് ചിലവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. ആരും അവനവൻ്റെ യഥാർത്ഥ പർപ്പസ് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. മാട്ടുകൂട്ടം പോലെ ഇങ്ങനെ പോവുകയാണ്. അപ്പുറത്ത് പശു, ഞാൻ പറയാറില്ലേ, ആടിൻ്റെ കൂട്ടം അങ്ങനെയാണ്. ഒരാട് കാണിക്കണം നോക്കിയിട്ടാണ് മറ്റേ ആട് ജീവിക്കുന്നത്. ഇതുപോലെ പോയിക്കൊണ്ടിരിക്കും. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ് ജീവിതത്തിൽ രക്ഷപ്പെടുക. അങ്ങനെയുള്ള ആളായി തീരുക എന്നുള്ളതാണ് പ്രധാനം എന്നാണ്.
ഭഗവാനാണെങ്കിൽ പോലും ജനിച്ചു കഴിഞ്ഞാൽ നാമം വേണം, കർമ്മവും വേണം. ഭഗവതി പ്രകൃതിയാണ് അമ്മ. അമ്മയിൽ നിന്നുണ്ടായിട്ടുള്ള ഗണപതിക്ക് പോലും, ആ ചൈതന്യത്തിന് പോലും അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ പേരിതാണ്, നീ ചെയ്യേണ്ടത് ഇതാണ്. അപ്പോഴേ ലൈഫിൽ പർപ്പസ് ഉള്ളൂ. ലക്ഷ്യം വേണം ജീവിതത്തിന്. ഇവിടെ ഭഗവാന് ലക്ഷ്യവും കൊടുത്തു, പേരും കൊടുത്തു. ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് അമ്മയെ നമസ്കരിച്ചിട്ട് ആ ഭഗവാൻ പറഞ്ഞു, ഭൂലോകവാസികളുടെ രക്ഷയ്ക്കായിട്ട് ദുരാസദനെ കൊല്ലാനാണല്ലോ എൻ്റെ ജനനം, വൈദിക ധർമ്മങ്ങളെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഗർജിച്ചു. ഗർജിച്ച സമയത്ത് എല്ലാ ദേവന്മാരും അദ്ദേഹത്തെ സ്തുതിച്ചു. ഭൂമിയുടെ ഭാരമായിട്ടുള്ള ആ ദുരാസദനെ വധിക്കണേ 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 എന്ന് പറഞ്ഞു. ഭഗവാൻ സിംഹത്തിൻ്റെ പുറത്ത് കയറി വാരാണസിയിലേക്ക് പുറപ്പെട്ടു. ദേവഗണങ്ങളും ശ്രീപാർവതിയും ഭഗവാന്റെ പുറകെ പോയി. ദേവസേനയോടൊപ്പം തന്നെ തന്നെ എതിർക്കാൻ ഗണപതി വന്നിട്ടുണ്ട് എന്നുള്ള ദുരാസദൻ നഗരത്തിൻ്റെ പുറത്ത് വന്നു. മന്ത്രിമാരോടൊപ്പം വന്നിരിക്കണ ആ ദുരാസദൻ്റെ സേനയും ദുരാസദൻ്റെ രൂപവും കണ്ടിട്ട് തന്നെ ദേവന്മാർക്ക് പേടിയായി. ആ സമയത്ത് ഭഗവാൻ അതിഭയങ്കരമായിട്ട് തുമ്പിക്കൈ ഉയർത്തിയിട്ട് 10 കൈകളിലും ആയുധം ഉയർത്തിയിട്ട് അലറി, അതായത് ചിഹ്നം വിളിച്ചു. ഒരാന കൊലവിളി നടത്തുന്നത് പോലെ ഭഗവാൻ ചിഹ്നം വിളിച്ചു. അത് കേട്ട സമയത്ത് ദുരാസദൻ്റെ മനസ്സിൽ പോലും ഒരു ഭയം ഉണ്ടായി. ഒരു വെള്ളിടി വെട്ടി ഉള്ളിൽ, വയറ് കാളിപ്പോയി. ഗണേശൻ ദുരാസദനെ വെല്ലുവിളിച്ചു. അവനെ നശിപ്പിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, നിന്നെ കൊല്ലാനാടാ ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെല്ലുവിളിച്ചു. ഒന്നുകിൽ എൻ്റെ കാൽക്കൽ വന്ന് അടിയറവ് പറയുക, അല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് മരണം വരിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുരാസദൻ ചിരിച്ചു. നീ ചെറിയ ചെക്കൻ, നിൻ്റെ അടുത്ത് നിനക്ക് ആരാണ് ഈ അഹങ്കാരം പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ വാള് ഉറയെന്ന് ഊരിയിട്ട് ഭഗവാനെ വെട്ടാനായിട്ട് ആഞ്ഞു. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. അവസാനം ആയുധങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ മല്ലയുദ്ധമായി. അവസാനം ഭൂമിയിൽ കെട്ടിപ്പിടിച്ച് ഉരുണ്ട് പൊടിപടലങ്ങളണിഞ്ഞ് രക്തമണിഞ്ഞ് ചീറിയിട്ടും അടിച്ചും മാന്തിയും അത്ര ഗംഭീരമായിട്ടുള്ളൊരു യുദ്ധം അവിടെ കാഴ്ചവെച്ചു എന്നാണ് പറഞ്ഞത്. അവസാനം ഭഗവാൻ ദുരാസദനെ മറിച്ചിട്ട് അവൻ്റെ ദേഹത്ത് കയറി 9 കൈകൾ കൊണ്ട് അവനെ അമർത്തി പിടിച്ചിട്ട് 10ാമത്തെ കൈ കൊണ്ട് അവൻ്റെ മുഖത്തെ കൈ കൊണ്ട് അടിച്ച് ചതച്ച് കളഞ്ഞു. മുഖത്തിൻ്റെ രൂപമില്ലാണ്ടായിപ്പോയി, അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അതിനുശേഷം സംഹാരത്തിനായിട്ട് ഭഗവാൻ തിരിഞ്ഞ് അവൻ്റെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കണ്ണ് കണ്ട അസുരന്മാരെ മുഴുവൻ കൊന്നു. അടികൊണ്ട് കടന്നെങ്കിലും മുഖം ചതഞ്ഞെങ്കിലും ദുരാസദന് ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിൽ ഭയമുണ്ടായി. തൻ്റെ പ്രാണം പോണതിന് മുമ്പ് ഇവനെ വധിക്കണമെന്ന് കരുതിയിട്ട് മഹാദേവനെ മനസ്സിൽ നന്നായിട്ട് സ്മരിച്ചിട്ട് ആഗ്നേയാസ്ത്ര മന്ത്രം ചൊല്ലി. ആഗ്നേയം ദൃഷ്ടുപ്പ് എന്ന് പറയും. ഓം ജാതവേദസേ സുനുവാമ സോമരാദിയോ ദഹാദിവേദ സനിഹപരിഷതി ദുർഗാണി വിശ്വാന അവേവ സിന്ധും ദുരിതാത്യഗ്നി. ഇതാണ് ആഗ്നേയം ദൃഷ്ടുപ്പ്. ഇത് ദുർഗാസൂക്തത്തിൻ്റെ 1ാമത്തെ മന്ത്രമാണ്, അഗ്നിയുടെ മന്ത്രമാണ്. ഈ മന്ത്രത്തിൽ ചില ബീജാക്ഷരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ആഗ്നേയാസ്ത്രമായി. ഈ മന്ത്രത്തെ അദ്ദേഹം പ്രയോഗിച്ചു. ആ സമയത്ത് ഭഗവാൻ ആ അഗ്നിയുടെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഴയുടെ അസ്ത്രമായിട്ടുള്ള പർജന്യാസ്ത്രം പ്രയോഗിച്ചു. ആ സമയത്ത് തുമ്പിക്കൈ വണ്ണത്തിൽ വെള്ളം വീഴാൻ തുടങ്ങി. ഈ അഗ്നേയാസ്ത്രത്തിൻ്റെ ജ്വാലകളൊക്കെ കെട്ടുപോയി. അത് കണ്ടപ്പോൾ രാജാവ് എന്ത് ചെയ്തു? മഴയെ അടിച്ചു കളയണമെങ്കിൽ എന്താ, മേഘത്തിനെ അടിച്ചു കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാറ്റിൻ്റെ അസ്ത്രമായിട്ടുള്ള മാരുതാസ്ത്രം പ്രയോഗിച്ചു. ആ സമയത്ത് ഭൂമി വിറച്ചു, മരങ്ങളൊക്കെ കടപുഴകി, ദേവന്മാർ ഭയന്നു. പല സ്ഥലത്തും കാറ്റ് ചീറി അടിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഭഗവാൻ വീണ്ടും അവനുമായിട്ട്, അവൻ അപ്പോഴേക്കും പടക്കളത്തിൽ എണീച്ച് നിന്നുണ്ടായിരുന്നു, അവനുമായിട്ട് വീണ്ടും അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു. സിംഹത്തിൽ മുകളിൽ കയറിയവരും മൂഷികൻ്റെ മുകളിൽ കയറിയവരുമായിട്ടുള്ള ഭഗവാന്റെ ഗണങ്ങളും അതേപോലെ അസുരൻ്റെ പടയും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നു. ആ സമയത്ത് തൻ്റെ ചുറ്റും തൻ്റെ ആൾക്കാരൊക്കെ മരിച്ചു വീണ കണ്ടപ്പോൾ ദുരാസദൻ സങ്കടപ്പെട്ടു. പണ്ട് മഹേശ്വരൻ വരം തന്നതോർത്തു. ശക്തിയുടെ, പാർവതിയുടെ തേജസ്സെന്ന് ഉണ്ടാകുന്നവൻ, അതായത് ദേവനല്ല, മനുഷ്യനല്ല, നാൽക്കാലി ഒന്നുമല്ലാത്ത ശ്രീപാർവതിയുടെ തേജസ്സെന്ന് ഉണ്ടാകുന്നവൻ ഇതിലൊന്നും പെടില്ല. അങ്ങനെയുള്ള ഒരാൾ തന്നെ കൊല്ലും എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ പേടിച്ചിട്ട് അവൻ ഒളിച്ചോടി. ഓടിപ്പോവണ ശത്രുവിനെ കൊല്ലാൻ പാടില്ല എന്ന യുദ്ധനിയമം. അതുകൊണ്ട് ഗണപതി വക്രതുണ്ടൻ അവനെ കൊല്ലാൻ ഓടിച്ചില്ല. ദേവന്മാരെന്നും ദുരാസദന് മരണം ഉണ്ടാവില്ല എന്ന് മഹാദേവൻ കൊടുത്തിട്ടുള്ള വരം ഓർത്തു. അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു, ധർമ്മസങ്കടമായല്ലോ, ഓടിപ്പോകുന്ന ഒരുത്തനെ കൊല്ലാനും പാടില്ല, അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഒരു വരവും കൊടുത്തിട്ടുണ്ട്, ഇതിനെന്താ മാർഗം എന്നാലോചിച്ച് അദ്ദേഹം തൻ്റെ ദേവരൂപത്തിനെയും മറച്ചിട്ട് വിരാട് പുരുഷനായി, ഒരു മഹാവിരാട് പുരുഷനായിട്ട്. അപ്പോൾ എവിടേക്ക് ഓടും? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനായി കഴിഞ്ഞാൽ ഒരുത്തൻ എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? എവിടേക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ ഓടിപ്പോകുന്ന ശത്രു എന്നുള്ള പ്രശ്നം വരുന്നില്ല. പറഞ്ഞു കിട്ടിയ ലോ പോയിന്റ് പിടികിട്ടിയോ? അതിലത്തെ അത് തലനാരഴയാണ് ഒരു ലോ പോയിന്റ്. പ്രപഞ്ചം മുഴുവൻ താൻ ആയി മാറിക്കഴിഞ്ഞാൽ ഇവൻ എവിടേക്ക് ഓടിപ്പോവും?
അതുകൊണ്ട് ഓടിപ്പോകുന്ന ശത്രുവിനെ കൊല്ലാൻ പാടില്ല നിയമം പ്രശ്നമല്ല. അവൻ എങ്ങോട്ടും ഓടുന്നില്ല, തൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. അങ്ങനെ വിരാട് രൂപം പ്രാപിച്ചിട്ട് തൻ്റെ കൈകൊണ്ട് ആ അസുരനെ കടന്നങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അവനെ ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് അവനെ ചവിട്ടും ചെയ്തിട്ട് മറ്റേ കാല് കാശിയിൽ ഊന്നി നിന്നു. കാശിയിൽ നിന്ന് കാല് വിട്ടില്ല, ഒരു കാല് കാശി നഗരത്തുനിന്ന് വിട്ടില്ല, മറ്റേ കാല് അവനെ ഓടിപ്പോയോടെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ നിന്നു. മറ്റേ കാലെടുത്തിട്ട് അവൻ്റെ മസ്തകത്തിൽ ചവിട്ടി പിടിച്ചു നിന്നു. അങ്ങനെ നിൽക്കുന്ന ആ ഗണപതി ഭഗവാനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് മരണം വിധിച്ചിട്ടില്ല, പക്ഷേ ഈ നഗരത്തിൽ പർവ്വതം പോലെ നീ സ്ഥിതി ചെയ്യണം. ഈ നഗരത്തിൻ്റെ കിഴക്ക് വശത്ത് ഈ പട്ടണത്തിനെ രക്ഷിക്കുന്നവനായിട്ട് പുരത്തിനെങ്ങനെയാണോ ഗേറ്റ് ഉണ്ടാവുക അതുപോലെ നീ നിൽക്കണം എന്ന് പറഞ്ഞു. ഭഗവാന്റെ സ്വരൂപം തിരിച്ചറിഞ്ഞ ആ ദൈത്യൻ എന്നും ഇതേപോലെ അവിടുന്ന് എൻ്റെ ശിരസ്സിൽ കാലെടുക്കരുത്, അങ്ങയുടെ ഒറ്റക്കാലം എൻ്റെ ശിരസ്സിൽ വെച്ചിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചു. അതുകൊണ്ട് എന്താ, ഗണപതി കാശി വിട്ടു പോയില്ല എന്നാണ്. വക്രതുണ്ടൻ കാശി വിട്ടു പോയില്ല. കാരണം ഒരു കാലം ഓൾറെഡി കാശിയിലാണ്, മറ്റേ കാലം ഇവൻ്റെ ആ പർവ്വതത്തിൻ്റെ മുകളിലുമാണ്. അങ്ങനെ ദുരാസദനെ കീഴ്പ്പെടുത്തി ഭഗവാൻ ലോകത്തിനെ മുഴുവൻ രക്ഷിച്ചു. ദേവന്മാർ അദ്ദേഹത്തിനെ പുഷ്പവൃഷ്ടി നടത്തി അർച്ചിച്ചു. മറ്റുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് സ്ഥിതി ചെയ്യണ ആ ഭഗവാനെ പൂർണ്ണമായിട്ട് ആ പൂജിച്ചാലും ദർശിച്ചാലും എല്ലാ ഫലവും കിട്ടുന്നവർ അനുഗ്രഹിച്ചു. കാശിയിൽ ഇന്നും ഭഗവാൻ 56 ഗണപതി ഭഗവാനായിട്ട് 56 മൂർത്തികളായിട്ട് സ്വയംഭൂവായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ തുണ്ഡനപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ആ പർവ്വതമായിട്ട് ബന്ധപ്പെട്ട് കാശിനടുത്തുള്ള പർവ്വതത്തിൽ തുണ്ഡനപുരിയിൽ ഏകപാദ വിനായകൻ എന്നുള്ള പേരിൽ ഒറ്റക്കാല് വെച്ച് നിൽക്കുന്ന വിനായകനായിട്ട് വിരാട് സ്വരൂപത്തിനെ ചുരുക്കിയിട്ട് ഭഗവാൻ ഇന്നും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഗണേശൻ ദുരാസദനെ ജയിച്ചതറിഞ്ഞപ്പോൾ ദിക്പാലകന്മാരും സൂര്യചന്ദ്രന്മാരും അതേപോലെ ശുക്രബൃഹസ്പതിമാരും ഒക്കെ അദ്ദേഹത്തിനെ പ്രശംസിച്ചു. എന്നിട്ട് എല്ലാ കർമ്മങ്ങളിലും മിടുമിടുക്കനായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും ഗണപതി അതിൽ ബെസ്റ്റാണ്. സകല കർമ്മങ്ങളിലും മിടുമിടുക്കനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള അദ്ദേഹത്തിനെ ആ സമർത്ഥൻ എന്ന അർത്ഥത്തിലും കുറച്ച് ലാളനയോടും കൂടിയിട്ട് ഡുണ്ഠി എന്ന് പേര് വിളിച്ചു. സംസ്കൃതത്തിൽ ഡുണ്ഠി എന്ന് പറഞ്ഞാൽ സർവ്വകാര്യങ്ങളിലും സർവകർമ്മങ്ങളിലും സമർത്ഥൻ എന്നാണ്. അതുകൊണ്ട് എപ്പോഴും കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഡുണ്ഡിരാജ വിനായകനെയാണ് ധ്യാനിക്കേണ്ടതെന്നാണ് സങ്കല്പം. അങ്ങനെ ഡുണ്ഠി എന്ന് വിളിക്കാൻ തുടങ്ങി. ഡുണ്ഡിരാജനെ സേവിക്കുന്നത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളൊക്കെ കിട്ടാൻ സഹായമാണ്. മാത്രമല്ല മക്കളുണ്ടാവും, പുത്രന്മാരും പുത്രിമാരും ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, അധികാരം വേണ്ടവർക്ക് അധികാരം ഉണ്ടാവും, ധനം വേണ്ടവർക്ക് ധനം ഉണ്ടാവും. അങ്ങനെ ആ നമ്മുടെ വംശപരമ്പര സമൃദ്ധിയായിട്ടും സന്തോഷത്തോടെ ആരോഗ്യത്തോടു കൂടിയിട്ടും എല്ലാ കാലത്തും ഇരിക്കാനായിട്ട് ആരാധിക്കേണ്ടത് ആ ഭഗവാനെയാണ് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല അദ്ദേഹത്തിനെ പൂജിക്കുന്ന എന്തൊക്കെ വസ്തുക്കളാണ് വേണ്ടതെന്ന് ഒരു വിധി വെച്ചു. അതൊരു വിസ്തരിച്ചിട്ടുള്ളൊരു ആരാധനാക്രമം പറയേണ്ടത് നമുക്ക് ചുരുക്കി പറയാം. മന്ദാരപ്പൂ വേണം, വന്നിയുടെ ഇല വേണം, കറുകപ്പുല്ല് വേണം, വെളുത്ത പൂക്കൾ കൊണ്ടാണ് ഡുണ്ഡിരാജ വിനായകനെ പൂജിക്കേണ്ടത്. അതേമാതിരി ധാരാളം നേദ്യം വേണം, ഭഗവാന് ധാരാളം ഭക്ഷണം വേണം, പഴങ്ങളും മസ്റ്റായിട്ട് വേണം. ഞാൻ നേദ്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോരുത്, പഴങ്ങളില്ലാണ്ട് ഗണപതിയെ പൂജിക്കരുത്. എപ്പോഴും പഴം, ഒരു പഴമെങ്കിലും ഒരു പഴം ഭഗവാൻ വെക്കണം. ഒരു ശർക്കരയും ഒരു പഴവും വെച്ചാൽ മതി. പഴം ഫലം എപ്പോഴും വേണം. പിന്നെ വെറ്റില മുറുക്കാൻ കൂടെ കൊടുത്താൽ പരമസന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പൂജിക്കപ്പെടുന്ന ആ ഭഗവാൻ വാരാണസിയെ രക്ഷിക്കാനായിട്ട് 56 ക്ഷേത്രങ്ങളിൽ സ്വയംഭൂവായിട്ടിരിക്കുന്നുണ്ട്. അതിൽ പഞ്ചമുഖ രൂപത്തിൽ വാരാണസിയിൽ കടക്കുന്ന സമയത്ത് വാരാണസിയുടെ കാശീഖണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണ ദ്വാരത്തിൽ തന്നെ 5 മുഖത്തോട് കൂടിയിട്ട് ഭഗവാൻ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ അനവധി വ്യത്യസ്ത നാമങ്ങളിലാണ്. ഈ ഓരോ സ്ഥലത്തും ഭഗവാൻ ഓരോ പേരുണ്ട്. അത് അവസാനത്തെ ദിവസം ഗണേശഗീത പറയണ സമയത്ത് യജ്ഞസമർപ്പണം ചെയ്യണതിന് മുമ്പായിട്ട് ഈ ഭാഗം വരും. അപ്പോൾ ആ സമയത്ത് നമുക്കത് പറയാം. ഡുണ്ഡിരാജൻ്റെ അവതാരങ്ങൾ സ്വീകരിച്ചിട്ട് ഭഗവാൻ ധർമ്മകാമാദികളൊക്കെ പ്രദാനം ചെയ്തു എന്ന് പറയണു. ഇതിനുശേഷം കാശി നഗരം ഭരിച്ചിട്ടുള്ള മഹാത്മാവായിട്ടുള്ള ദിവോദാസൻ്റെ ആവിർഭാവ കഥയാണ് പറയണത്. കീർത്തി ആ സമയത്ത് ചോദിക്കും, പാർവതിയിൽ ഡുണ്ഡിരാജനായിട്ട് ജനിച്ചിട്ടുള്ള ഗണേശൻ ദുരാസദൻ്റെ വധത്തിന് വേണ്ടിയിട്ടും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുമാണ് പ്രവർത്തിച്ചത്. തുണ്ഡന നഗരത്തിൽ ഒറ്റക്കാലിൽ നിൽക്കണ വാരാണസിയിൽ ദൈത്യനെ ഒതുക്കാൻ വേണ്ടിയിട്ടും ചവിട്ടിപ്പിടിച്ചിട്ട് കാശിയിലും ഒരു കാല് വെച്ച് കാശിയിൽ തുണ്ഡന നഗരത്തിൽ വെച്ചിട്ടും മറ്റേ കാല് ഈ പർവ്വതമാകണ ഈ ദൈത്യൻ്റെ മേലെയും വെച്ചിട്ട് നിൽക്കുകയാണ്. 2 കാലുകൾ 2 സ്ഥലത്ത് വെച്ചുകൊണ്ട് നിൽക്കണ എങ്ങനെയാണെന്ന് എനിക്ക് സംശയം. എങ്ങനെയാണ് ഭഗവാൻ അങ്ങനെ നിൽക്കാൻ പറ്റുക എന്ന് കീർത്തി മുനിയുടെ അടുത്ത് ചോദിക്കും. അതിന് മുനിയുടെ മറുപടി അതാണ്, വിശ്വരൂപനും എല്ലാം ചെയ്യണവനുമായിട്ടുള്ള ഭഗവാൻ അസാധ്യമായിട്ടൊന്നുമില്ല.
ലുണ്ടിരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് രൂപമാണ്. വിശ്വവ്യാപകനായിട്ട് നിൽക്കുന്ന ഭഗവാന് എങ്ങനെ വേണമെങ്കിലും സ്ഥിതി ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളും വിചിത്രമാണ്, അദ്ദേഹത്തിൻ്റെ മഹിമയും അനവധിയാണ്. അതുകൊണ്ട് അത്തരം സംശയങ്ങളൊക്കെ ബാലിശാണ്. നമ്മൾ മനുഷ്യൻ്റേതായിട്ടുള്ള സംശയങ്ങളാണ് അതൊക്കെ. ഭഗവാൻ എങ്ങനെയാണ് രണ്ട് സ്ഥലത്ത് ഓരോരോ കാല് വെച്ചിട്ട് നിൽക്കാൻ പറ്റുകയെന്ന് അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. ദിവോദാസൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കഥ തുടങ്ങണു. ഇത് വളരെ മഹത്തായിട്ടുള്ളൊരു ചരിത്രമാണ്. സ്കാന്ദപുരാണത്തിൽ വളരെ വിശേഷിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാശിയിൽ പോയിട്ടുള്ളവരൊക്കെ ദിവോദാസനെ സ്മരിക്കണം എന്നാണ് പറയുക. ദിവോദാസൻ ഇല്ലെങ്കിൽ കാശിക്ക് ഒരു മഹത്വം കുറഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് കാശിയെപ്പറ്റി പറഞ്ഞാൽ ദിവോദാസനെ സ്മരിക്കാതിരിക്കരുത്. ഇന്നും കാശിയിൽ പോകുമ്പോൾ ദിവോദാസൻ സ്ഥാപിച്ച ശിവലിംഗം നമുക്കവിടെ കാണാൻ സാധിക്കും. ദിവോദാസൻ്റെ ആ ശിവലിംഗം കാണാതെ ഉള്ള കാശിയാത്ര പൂർണ്ണമല്ല എന്നാണ് പറയുക. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പൂജനീയനായിട്ടുള്ള മഹാമണ്ഡലേശ്വർ സ്വാമിജി, അദ്ദേഹത്തിൻ്റെ സന്യാസനാമം ആനന്ദവനം ഭാരതി എന്നാണ്. ഈ ആനന്ദവനം എന്നുള്ള വാക്ക് വളരെ പ്രാചീനമായിട്ടുള്ളൊരു വാക്കാണ്. ഇപ്പോൾ ഗണേശപുരാണത്തിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയണത്. ആനന്ദവനം വെച്ചാൽ സന്തോഷം കളിയാടുന്ന സ്ഥലം, ഒരു ബ്രഹ്മാനന്ദത്തിൻ്റെ വനം. അതിപ്രാചീന കാലത്ത് കാശിയുടെ പേര് ആനന്ദവനം എന്നായിരുന്നു. ആ ആനന്ദവനം നിലനിൽക്കുന്നത് കാശീഖണ്ഡത്തിൽ പറഞ്ഞ, സ്കാന്ദപുരാണത്തിൻ്റെ കാശീഖണ്ഡത്തിൽ പറയണത് അതിനെ പ്രളയമൊന്നും ബാധിക്കില്ല എന്നാണ്. അതിന് കാരണം എന്താ വെച്ചാൽ കാശി നഗരം നിൽക്കുന്നത് ശ്രീപരമേശ്വരൻ്റെ തൃശൂലത്തിലാണെന്നാണ് സങ്കല്പം. ആ തൃശൂലത്തിലാണ് ഭഗവാൻ അതിനെ വെച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് ആ നഗരത്തിന് യാതൊരു കേടുപാടും സംഭവിക്കില്ല എന്നാണ്. ഇന്നും നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ കാശിയിൽ ചെല്ലുമ്പോൾ ആ നഗരത്തിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എത്രയോ 1000 വർഷങ്ങളായിട്ട് പൊളിച്ചും പണിതും പുതുക്കി പണിതും ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ മനുഷ്യവംശത്തിൻ്റെ ഒരു വലിയ കഥ ഒഴുകിയിട്ടുള്ളൊരു സ്ഥലമാണത്. പിന്നെ മഹാശ്മശാനം എന്നാണ് പറയുക. ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞ മാതിരി മണികർണികയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര 1000 കൊല്ലങ്ങളായിട്ട് ആര് കൊളുത്തി എന്നറിയാത്തൊരു ചെതയാണ് അവിടെ. ആ ചെതകൾ ആ അഗ്നി ഇങ്ങനെ നിരന്തരമായിട്ട് ഒരിക്കൽ പോലും കെടാതെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു മഹാശ്മശാനമാണ്. അപ്പോൾ കാശി നഗരത്തിലാണ് ഭഗവാൻ താമസിച്ചിരുന്നത്. മഹാദേവൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ വാരാണസി നഗരം വിട്ടു പോകേണ്ടി വന്നു. മരീചി എന്ന് പറയുന്ന ഒരു മഹർഷി മന്ദരപർവ്വതത്തിൽ തൻ്റെ ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ട് ശോഷിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ തപസ്സിൻ്റെ ശക്തി കാരണം, അഗ്നി കാരണം 12 വർഷത്തോളം ഭൂമിയിൽ മഴയില്ലാണ്ടായിപ്പോയി. അതികഠിനമായിട്ടുള്ള വരൾച്ച സകല സ്ഥലത്തും ബാധിച്ചു. ആ ഘട്ടത്തിലാണ് ദിവോദാസൻ്റെ കഥ വരുന്നത്. ഞാൻ സ്കാന്ദപുരാണത്തിലെയും ഇതിലെയും കൂടെ ചേർത്ത് പറയാം, അപ്പോഴേ രസമുള്ളൂ. ഇതിലധികം ഇല്ല. എന്തായാലും ഇങ്ങനെയൊക്കെ കാശിയുടെ മഹത്വം പറയാൻ അവസരം അധികം കിട്ടില്ലല്ലോ, പ്രഭാഷണമല്ലേ, അപ്പോൾ പറയാം. ദിവോദാസൻ എല്ലാം നേടിയൊരു രാജാവായിരുന്നു. ചില ആൾക്കാരുണ്ട് ജീവിതത്തിൽ, അവർക്കൊരു ഘട്ടം എത്തുമ്പോൾ തോന്നും ഇനി എനിക്കൊന്നും ബാക്കിയില്ല, എല്ലാം കിട്ടേണ്ടതൊക്കെ കിട്ടി, ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു, ഭാര്യ മക്കളൊക്കെ നല്ല നിലയ്ക്കിരിക്കുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം കൊണ്ടും വെൽ സെറ്റിൽഡായിട്ടുള്ള ഒരവസ്ഥ. അതേമാതിരിയാണ് ദിവോദാസന് ഒന്നും ഇനി പുതുതായിട്ട് നേടാനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാഭക്തനാണ് അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിക്കും. ഈ കഥയ്ക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ്, വ്യത്യാസങ്ങൾ കാണും. പല പുരാണങ്ങളിൽ കാശി മഹാത്മ്യത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും അതിൻ്റെ ഒരു കോമൺ ഇതെടുത്ത് പറയണം. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദേവന്മാർ മാത്രം താമസിക്കുന്ന, ദേവന്മാരുടെ കൈവശമിരിക്കുന്ന ആനന്ദവനം എന്ന് പറയുന്ന ആ ഭൂവിഭാഗത്തിനെ എനിക്ക് ഭരിക്കാൻ വരണം പറഞ്ഞു. എന്തിനാണത് ഭരിക്കാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്നൊരു മാതൃകാഭരണം പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചില ആൾക്കാർക്കുണ്ടാവും, അവരുടെ മനസ്സിൽ ആശയങ്ങളുണ്ടാവും. അങ്ങനെ മാതൃകാഭരണത്തിൻ്റെ ഒരു ആശയമുള്ള മറ്റൊരു മഹാത്മാവ്, ഒരു മഹാപുരുഷൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായിരുന്നു. ഭഗവാൻ പുതിയൊരു ലോകക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ്. ശ്രീരാമസ്വാമി അതേപോലെയായിരുന്നു. ഭരണാധികാരികൾ എന്നുള്ള നിലയ്ക്കും ഭരണാധികാരികളെ സൃഷ്ടിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്കും അവർ രണ്ടുപേരും അദ്വിതീയന്മാരായിരുന്നു. അപ്പോൾ ദിവോദാസൻ ആ ഗണത്തിൽ വരുന്ന ഒരാൾ. അദ്ദേഹം ശ്രീരാമസ്വാമിയുടെ അതേ വംശത്തിൽ ജനിച്ച ആളാണ്, സൂര്യവംശത്തിൽ ജനിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് സുശീല എന്നായിരുന്നു. മഹാധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം. അപ്പോൾ ബ്രഹ്മാവിനോട് ആകെ ചോദിച്ചത് ഇതാണ്, എനിക്ക് ആ ആനന്ദവനമൊന്ന് എൻ്റെ കസ്റ്റഡിയിൽ തരണം.
എനിക്കവിടെ ഭരിക്കണം, അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കണം എങ്ങനെ ഒരു മാതൃകാ ഭരണക്രമം വേണം. അതാണ് പുള്ളിയുടെ ഒരു ഫൈനൽ വിഷ് പോലെ അത് പറയും. അപ്പോൾ ബ്രഹ്മാവ് ഉടനെ സന്തോഷമായിട്ട് അതിനെന്താ നീ എടുത്തോ. എന്തായാലും മഹാദേവൻ ഇപ്പം അവിടെ ഇല്ല, ശിവൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് കാശിയെ. കാരണം ഈ മരീചിയെ രക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുക. ഇവിടെ കഥയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ് ഈ വരം കൊടുത്തു കഴിയുമ്പോൾ ആ വിവരം പറയുമ്പോൾ ബ്രഹ്മദേവൻ വ്യാസന് കാർത്തവാറിന് കൊടുക്കുകയാണല്ലോ. അപ്പോൾ വ്യാസമഹർഷി ചോദിക്കും, മഹാദേവൻ എന്താ ഉപേക്ഷിക്കാൻ കാരണം ഈ സ്ഥലത്തിനെന്ന് ചോദിക്കുമ്പോഴാണ് പറയാം, മന്ദരഗിരിയിൽ മരീചി മഹർഷി ശരീരത്തെ ക്ലേശിപ്പിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു ദിവസം കൂടെ തുടർന്ന അയാൾ മരിച്ചു. ആ അവസ്ഥയായപ്പോഴാണ് മഹാദേവൻ മന്ദരഗിരിയിലേക്ക് തൻ്റെ പരിവാരങ്ങളെയും കൂട്ടി പോയി പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് ദേവലോകത്തിൽ അദ്ദേഹത്തിന് മരീചിക്ക് പ്രവേശനം കൊടുത്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ആവശ്യം. അപ്പോൾ അദ്ദേഹത്തിന് ദേവലോകത്തുള്ള പ്രവേശനം അനുഗ്രഹിച്ച് നൽകിയ സമയത്താണ് മഹാദേവൻ ഒരു വിവരം കേൾക്കുന്നത്. ഗണേശപുരാണത്തിൽ അത് അത്ര ക്ലിയറല്ല, അതിനൊരു ലോജിക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ദിവോദാസൻ ആനന്ദവനത്തിൽ ഭരണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് ഈ ആനന്ദവനം മേടിച്ച സമയത്ത് അദ്ദേഹം ഒരു കണ്ടീഷൻ പറഞ്ഞു, എൻ്റെ ഭരണത്തിൽ പ്രകൃതിയുടെ ഒരു ശക്തികളും ത്രിമൂർത്തികളടക്കം ഇടപെടരുത്, ഒന്നും ഇടപെടരുത്. അതായത് ഒരു ഭരണം നശിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർ വന്നിട്ട് സ്വാധീനം ചെലുത്തുമ്പോഴും അഭിപ്രായം പറയുമ്പോഴാണ്. നല്ല ഭരണത്തിന് ഇല്ലാണ്ടാക്കാൻ പുറത്തുനിന്നുള്ള സ്വാധീനങ്ങൾക്ക് സാധിക്കും. അത് ഏത് ദേവനാണെങ്കിലും ശരി ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് അതും തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ മഹാദേവൻ തിരിച്ച് കാശിയിൽ വന്ന ദിവോദാസൻ്റെ പ്രജയായിട്ട് ജീവിക്കേണ്ടി വരും. ഭഗവാന് വേണ്ട ഇഷ്ടങ്ങൾ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ പെട്ടു. വീട് വിട്ട് പോയപ്പോഴേക്കും തൻ്റെ വീടിൻ്റെ നാഥനായിട്ട് വേറൊരാൾ വന്നു. കാശി നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് കൈലാസത്തിനെക്കാട്ടിലും പ്രിയമാണ്. കാശി വിട്ടിട്ട് ഇരിക്കുക എന്നുള്ള അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പറ്റില്ല. അങ്ങനെ മന്ദരഗിരിയിൽ ഭഗവാൻ കുടുങ്ങിപ്പോയി. ദിവോദാസനാണെങ്കിൽ ഇവിടെ വന്നിട്ട് അതിഗംഭീരമായിട്ടുള്ള ഭരണം. ദിവോദാസൻ ഭരണം തുടങ്ങിയതോട് കൂടിയിട്ട് വേദോച്ചാരണങ്ങളെ കൊണ്ടും ഹോമങ്ങളെ കൊണ്ടുമൊക്കെ കാശി അങ്ങോട്ട് പുഷ്ടി അങ്ങോട്ട് പ്രാപിച്ചു. ഒരൊറ്റ ദുർമരണം ഇല്ലാണ്ടായി. ആരും കള്ളത്തരം കാണിക്കില്ല. നമ്മളിപ്പോൾ മാവേലി നാട് വാണിയിടും കാലം എന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ അപ്പുറത്തെ വർണ്ണനകളാണ് ദിവോദാസൻ്റെ കാശീഭരണം പറയണത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ദിവോദാസനെ അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ദേവന്മാർക്ക് മഹാദേവനടക്കം ആർക്കും അവിടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അവനൊരു വരം മേടിച്ച് വെച്ചിട്ടുള്ള ഇതിങ്ങനെയാണല്ലോ, ഞാൻ ഭരിക്കണ കാലത്ത് പുറത്തുനിന്നുള്ള ആരും ഇടപെടാനും പാടില്ല, ഇങ്ങോട്ട് വരാനും പാടില്ല. ഞാനും എൻ്റെ ജനങ്ങളും ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഒരു രാജാവ് രാജ്യം ഭരിക്കേണ്ടത്. അങ്ങനെ ദിവോദാസൻ ഒരു മോഡൽ സ്റ്റേറ്റ് ഉണ്ടാക്കി അവിടെ. അങ്ങനെ ആ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്കൊക്കെ പൂർണ്ണ തൃപ്തിയാണ്, സന്തോഷം മാത്രം, വേറെ ഒന്നുമില്ല. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാദേവൻ ഇങ്ങനെ നൊസ്റ്റാൾജിയ, വീട്ടിൽ പോകണം, കാശിയിൽ പോകണം, കാശിയെ മിസ് ചെയ്യണം ഭഗവാൻ. പക്ഷെ മന്ദിരം വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല. കാശിയിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ അടിമയായിട്ടിരിക്കണം. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു വിദ്യ കണ്ടുപിടിച്ചു. കാന്തപുരാണത്തിലൊക്കെ പറഞ്ഞ ഭയങ്കര രസമാണ്. ആദ്യം അദ്ദേഹം ഭൈരവന്മാരെ പറഞ്ഞയക്കുന്നുണ്ട് കുഴപ്പമുണ്ടാക്കാൻ കാശിയിൽ. ആരെയും കൊണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പാപം ചെയ്യിപ്പിക്കാം. പാപം ചെയ്തിട്ട് കൊളാക്കി കഴിഞ്ഞാൽ ദിവോദാസൻ്റെ ഭരണത്തിനെ തകർത്ത് അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഭഗവാൻ പല പദ്ധതികൾ നോക്കും. അതിൽ ഭൈരവന്മാരെ അയക്കും. ഇവരാദ്യം അവിടെ കുഴപ്പമുണ്ടാക്കാൻ പോകും. ഇവരവിടെ കാശി ചെന്നിട്ട് കുഴപ്പമുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കാശിയുടെ പല ഭാഗത്തു കൂടെ കയറി ചെല്ലുന്നുണ്ട്. കയറി ചെന്ന് കഴിയുമ്പോൾ നല്ല സുഖമുള്ള ലൈഫ്, നല്ല അടിപൊളി സ്ഥലം. ഇവർ മെല്ലെ ആ ലൈഫിൽ ഇഷ്ടപ്പെട്ടിട്ട് അവിടെ വീടൊക്കെ മേടിച്ച് അവരവിടെ താമസവും. പിന്നെയാണ് അവർ ആലോചിക്കുക, അയ്യോ ഭഗവാൻ നമ്മളെ അയച്ചതല്ലേ, പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്ഥലത്തിനെ നശിപ്പിക്കുക, അതുകൊണ്ട് ശിവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണ്ട എന്ന് പറഞ്ഞിട്ട് മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് അവർ മിണ്ടാണ്ടിരിക്കും. അവിടെ നിന്നൊന്നും വിളി വരണ്ട എന്ന് പറഞ്ഞിട്ട് അവർ കാശിയുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് ദിവോദാസൻ്റെ ഭരണം ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പോയ ആൾക്കാരെ കാണാണ്ട് വന്നപ്പോൾ ഭഗവാൻ 64 കോടി യോഗിനിമാർ, നമ്മൾ മഹാചതുഷ്ടഷ്ടി കോടി യോഗിനി ഗണസേവിതാന്ന് വിഷ്ണുദാസ് ലളിതാ സഹസ്രനാമത്തിൽ പറയും. ആ 64 കോടി യോഗിനിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, കാശി പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കൂ, എങ്ങനെയെങ്കിലും അവിടുത്തെ ഭരണം മാറ്റിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ, എനിക്ക് കാശിയെ മിസ് ചെയ്തിട്ട് വയ്യാന്ന് പറഞ്ഞു. ആ ദേവിമാരൊക്കെ ഭഗവാനെ നമസ്കരിച്ചിട്ട് ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വന്നു. കാശിയിൽ വന്നപ്പോൾ
നല്ല സുഖമുള്ള ലൈഫ്, നല്ല സുഖം, ഒന്നിനും ഒരു കുറവുമില്ല. ഇവർ വന്ന ഉടനെ തന്നെ ജനങ്ങളൊക്കെ അവരെ നമസ്കരിക്കുക, അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുക. അവർ സ്ത്രീകളായതുകൊണ്ട് ആഭരണം, കൺമഷി, പൊട്ട്, പൂവ് ഇതൊക്കെ ഇഷ്ടമാണല്ലോ, അതൊക്കെ ഡെയിലി സപ്ലൈ. നല്ല സുഖജീവിതം, നല്ല ഭക്ഷണം, എല്ലാവരും ആദരിക്കുന്നു. അപ്പോൾ അമ്മമാരൊക്കെ വിചാരിച്ചു, എന്തിനപ്പോൾ തിരിച്ച് മന്ദിരത്തിലേക്ക് പോകുന്നത്? നല്ല സുഖമല്ലേ ഇവിടെ, ആരെങ്കിലും ദിവോദാസൻ്റെ ഭരണത്തിനെ നശിപ്പിക്കാൻ നോക്കുമോ, നമുക്ക് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഒരു വിഗ്രഹമായി മാറിയിട്ട് പ്രതിഷ്ഠ ചെയ്യും. അതാണ് ചൗസട്ടി മാതാ ക്ഷേത്രം, അവിടെ കാണാൻ പറ്റും. ചൗസട്ടി മാതയുടെ അമ്പലം, അത് ലാഹിരി മഹാശയൻ്റെ വീടിൻ്റെ അടുത്താണ്. ബാബാജി പ്രത്യക്ഷപ്പെട്ട ആ വീടിൻ്റെ വളരെ അടുത്താണ് ഈ ചൗസട്ടി മാതാ ക്ഷേത്രം. അങ്ങനെ അവരവിടെ കൂടി. മഹാദേവൻ അന്തം വിട്ടു പോയി. ഭഗവാൻ വിചാരിച്ചു, ഇതെന്താ, അത് ഞാൻ ഇവരെ 64 കോടി പെണ്ണുങ്ങളെ അയച്ചതാ, ഇവരാരുടെയും ഒരു വിവരമില്ല. ഇങ്ങനെ പലവരെയും ഭഗവാൻ അയച്ച് ഈ പോയവരൊക്കെ കാശിയിൽ സെറ്റിലായി, ആരും മന്ദിരത്തിലേക്ക് തിരിച്ചു വന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആകെ പെട്ടുപോയി, ഇനി എന്താ ചെയ്യാമെന്നറിയാതായി. ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഭഗവാന്റെ അവിടുന്നാണ് ഗണേശ പുരാണത്തിൽ ഈ കഥ വരുന്നത്. അത് കാശീഖണ്ഡത്തിലും മാറ്റമൊന്നുമില്ല അധികം, ഈ സ്കാന്ദപുരാണത്തിൽ ഇതിലില്ലാത്ത കുറച്ച് വിഷയങ്ങളൊന്ന് വിസ്തരിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ദിവോദാസൻ തൻ്റെ വാക്സാമർഥ്യം കൊണ്ട് ബൃഹസ്പതിക്ക് തുല്യൻ, അസാമാന്യമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിന്. മാത്രമല്ല അസാമാന്യ സൗന്ദര്യം, കാമദേവനെ പോലെ സൗന്ദര്യമായിരുന്നെങ്കിലും അദ്ദേഹം ഏകപത്നി വ്രതക്കാരനായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു. ഒരാൾക്കും അദ്ദേഹത്തെ വശീകരിച്ചിട്ട് ഒരു പാപത്തിൽ കൊണ്ടിടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരാളെയും അദ്ദേഹം ദ്രോഹിക്കില്ല, ഉപകാരം ചെയ്തവരെ മറക്കില്ല. തന്നാലാവുന്നത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മം. പ്രജകളെ വളരെ വിനയത്തോടു കൂടിയിട്ട് അവരെ ദൈവങ്ങളായിട്ട് കണ്ടിട്ട് ഭരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരീചിയുടെ തപസ്സുകൊണ്ട് ലോകം മുഴുവൻ മഴയില്ലാണ്ടായപ്പോഴും കാശിയിൽ മാത്രം കൃത്യസമയത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. ഗണേശപുരാണം പറയണത് സ്വന്തം ജനങ്ങൾക്ക് സൂര്യനായും ചന്ദ്രനായും വായുവായിട്ടും വരുണനായിട്ടും ഒക്കെ അദ്ദേഹം തന്നെയായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. കാശിയിൽ മാത്രം മഴ, കാശിയിൽ മാത്രം ആവശ്യത്തിന് ശുദ്ധജലം, കാശിയിൽ മാത്രം ആവശ്യത്തിന് നല്ല കാലാവസ്ഥ, എപ്പോഴും സൗഖ്യം. അങ്ങനെ വളരെ ഒരു എന്താ പറയുക, ടൂറിസ്റ്റ് പ്ലേസ് പോലെ സൂപ്പറായിട്ട് അദ്ദേഹം കാശിയെ വെച്ചു. അങ്ങനെ പൂർവാചാരങ്ങൾക്ക് മുൻപുള്ള കാരണവന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതിനൊന്നും വിരുദ്ധമായിട്ട് അദ്ദേഹം ഒരു കാര്യവും ചെയ്തില്ല. ശിക്ഷ നൽകണ കാര്യത്തിൽ പോലും അദ്ദേഹം വളരെ ഒതുക്കം കാണിച്ചിരുന്നു. മാനസാന്തരപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത് കുറ്റവാളികളെ. എന്നിട്ട് അവരെ നേർവഴിക്ക് നയിക്കാനും ഈശ്വരഭജനത്തിലേക്ക് കൊണ്ടുപോകാനും സാമൂഹ്യ സേവനത്തിലേക്ക് കൊണ്ടുപോകാനുമുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. വാസ്തവത്തിൽ മഹാദേവന് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ദിവോദാസനോട് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ഭഗവാൻ ധർമ്മമൂർത്തിയാണ്. ഭഗവാൻ സഞ്ചരിക്കണത് ധർമ്മത്തിൻ്റെ പുറത്താണ്. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന അർത്ഥം. നമ്മൾ നാടൻ ഭാഷയിൽ അത് കാളാന്ന് പറയും, പക്ഷെ കാളയല്ല ശരിക്ക്. വൃഷം ച ധർമ്മം, ധർമ്മത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കണവനായതുകൊണ്ടാണ് വൃഷഭധ്വജൻ അല്ലെങ്കിൽ വൃഷഭവാഹനൻ എന്ന് പറയുന്നത്. വൃഷഭധ്വജൻ ച ധർമ്മത്തെ കൊടിയടയാളാക്കിയവൻ, കാളയെ കൊടിയടയാളാക്കിയവൻ എന്ന് നമുക്ക് ലൗകികാർത്ഥത്തിലാണ് പറയണത്. അപ്പം ഞാൻ അന്ന് ഗോപാലൻ്റെ അർത്ഥം പറഞ്ഞല്ലോ, ഗോ ച പ്രകാശരശ്മികളാണ്, അല്ലാണ്ട് പശു എന്നല്ല. അപ്പോൾ ആ അർത്ഥം മനസ്സിലാക്കിയാലേ ഭഗവാന്റെ മഹത്വം മനസ്സിലാവുള്ളൂ. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാശിയിൽ ആവശ്യത്തിന് എപ്പോഴും മഴ, അമിത മഴയുമില്ല, അതിവൃഷ്ടിയില്ല, ഒട്ടും മഴയില്ലാത്ത അനാവൃഷ്ടിയില്ല. പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഇതൊക്കെ തഴച്ച് വളരുക നല്ല ആരോഗ്യത്തോടെ. കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ ആരോഗ്യത്തോടുള്ള കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെട്ടു. ഒരു കുട്ടി പോലും മരിച്ചു പോയില്ല, ശിശുമരണങ്ങൾ ഉണ്ടായില്ല, ഗർഭഛിദ്രങ്ങൾ ഉണ്ടായില്ല, അകാലത്തിൽ ആരും മരിച്ചില്ല. കാലമായിട്ട് മാത്രം തൃപ്തിയോടെ എല്ലാവരും മരിച്ചു. അല്ലാണ്ട് അകാലത്തിൽ, യൗവനത്തിൽ, അപകടത്തിൽ അങ്ങനത്തെ മരണങ്ങളൊന്നുമില്ല. ആവശ്യത്തിന് കഴിക്കാനുള്ള ഭക്ഷണം അതൊട്ടും ദൂർത്തടിക്കാണ്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ജനങ്ങൾ. അങ്ങനെ തന്നെക്കൊണ്ടാവുന്ന പോലെ ദാനവും ജനങ്ങളെയും ദാനം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് അദ്ദേഹം കാശിയെ സ്വർഗത്തിനെക്കാട്ടിലും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റി. ഇത്രയും ഗൃത്സമത മഹർഷി കീർത്തിരെടുത്ത് പറഞ്ഞു കഴിയുമ്പോഴാണ് മഹാദേവൻ എന്തിനാ മന്ദരപർവ്വതത്തിൽ പോയതെന്ന് കീർത്തി ചോദിച്ചത്. അതിൻ്റെ ഉത്തരം നമ്മൾ കേട്ടു കഴിഞ്ഞു. പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കാശിയിലേക്ക് തിരിച്ചു പോക്ക്
ദിവോദാസൻ്റെ ഭരണകാലത്ത് താനടക്കം ആരും അവിടെ പ്രവേശിക്കുകയോ ഭരണത്തിൽ ഇടപെടുകയോ ചെയ്യരുതെന്ന് ബ്രഹ്മദേവൻ്റെ നിന്ന് വരം വാങ്ങിയിട്ടുള്ളതിനെ മാനിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് കാശിക്ക് പോകാൻ പറ്റാണ്ടായി. അതിന് വലിയ വിഷമം വന്നപ്പോൾ ശ്രീപാർവതിയുടെ അടുത്ത് അമ്മ ചോദിക്കും, അങ്ങ് വളരെ ദുഃഖിതനാണല്ലോ, മന്ദിരത്തിൽ വന്നിട്ടും അങ്ങേക്ക് സങ്കടമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയും, ഉമേ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് എത്ര ഇഷ്ടമാണ് കാശി, എനിക്ക് അവിടെ പോകാൻ പറ്റാണ്ടായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാനായിരിക്കുമല്ലോ അധീശൻ, അപ്പോൾ ദിവോദാസൻ്റെ വരം തെറ്റും, അങ്ങനെ വരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, എൻ്റെ സങ്കടം ഒതുക്കിയിട്ട് പറയുമ്പോൾ അമ്മ പറയും, അങ്ങനെ എന്തിനാണ് സങ്കടം ഒതുക്കിയിട്ടിരിക്കണത്, ആ ദിവോദാസനെ അവിടെ നിന്ന് മാറ്റാൻ നോക്കൂ, അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് അവിടേക്ക് പ്രവേശിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറയും, എങ്ങനെയാണ് പ്രവേശിക്കുക, ദിവോദാസനെ എന്തു പറഞ്ഞു മാറ്റും, അവൻ്റെ ഭരണത്തിൽ എല്ലാം നന്മ മാത്രമാണ്, ഒരു തെറ്റുപോലും അവൻ വരുത്തുന്നില്ല, ഒരു പാപകർമ്മമില്ല വാരണാസിയിൽ, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്തു പറഞ്ഞിട്ട് ആ രാജാവിനെ നിഷ്കാസിതനാക്കുക, അത് അധർമ്മല്ലേ ചോദിക്കും. അപ്പോഴാണ് ദേവിയുടെ ആ ഒരു ആശയപ്രകാരം ഭഗവാൻ തൻ്റെ ഭൈരവന്മാരെ, ഭൈരവം ചാൽ ഭയമുണ്ടാക്കുന്ന ശബ്ദമുണ്ടാക്കുന്നതെന്തും ഭൈരവം, രവം ചാൽ ശബ്ദം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ജനിച്ച ഉടനെ അലറിക്കരഞ്ഞിട്ട് ലോകത്തിനെ മുഴുവൻ പേടിപ്പിച്ചതുകൊണ്ടാണ് രാവണൻ എന്ന് പേര് വന്നത്. രാവണന് ഭൈരവൻ ചാൽ ഭയങ്കരമായിട്ടുള്ള ശബ്ദമുണ്ടാക്കുന്നവൻ. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭൈരവന്മാർ ഭഗവാന്റെ കയ്യിലുണ്ട്. അവരിൽ കുറേ പേരെയാണ് ഭഗവാൻ വാരാണസി നഗരത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെയാണല്ലോ, നന്നായിട്ട് ഒരു വിഭാഗം ഭരിക്കുമ്പോൾ എതിർ വിഭാഗം നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നോക്കും, അതാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ അന്ന് ദേവതകളും അത് തന്നെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ വാരാണസിയിലേക്ക് ഭൈരവന്മാർ വന്നപ്പോൾ അവർ ആ പ്രദേശത്ത് ഗണേശപുരാണം പറയണത്, അവരാദ്യം വന്ന് ഗംഗയിൽ വന്ന് കുളിച്ചിട്ടാണ് വാരാണസിയിലേക്ക് പ്രവേശിച്ചത്. പ്രവേശിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എവിടെയും ഒരു കുഴപ്പമില്ല. മനസ്സിൽ കുറച്ച് ദൗർബല്യമുള്ള വല്ലവനെയും കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് അവനെ കൊണ്ട് വല്ല കുഴപ്പമുണ്ടാക്കിക്കരുത്, അതുമില്ല. എല്ലാവർക്കും നല്ല മനഃശക്തി, നല്ല ഉപാസന, അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള മാനസിക സ്ഥിതി ആർക്കുമില്ല. ഇങ്ങനെയുള്ളൊരു നാട്ടിൽ എന്തു കുഴപ്പമുണ്ടാക്കുക എന്ന് ആലോചിച്ചു. അങ്ങനെ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, നല്ല ലൈഫ്, എല്ലായിടത്തും നല്ല സുഖജീവിതം. അവർ മഹാദേവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാണ്ട് അവിടെ തന്നെ സെറ്റിലായി. അങ്ങനെ ഭഗവാന് നിരാശയായി. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ദിവോദാസൻ്റെ എന്തെങ്കിലും ഒരു ദോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിഥിയുടെ 12 പുത്രന്മാരായിട്ടുള്ള 12 സൂര്യന്മാരെ, ദ്വാദശാദിത്യന്മാർ, പൂഷാവ്, ഭഗൻ, ത്വഷ്ടൃ, വിഷ്ണു, അതുപോലെ പർജന്യ, ഈ പേരുകളോടൊക്കെ കൂടിയിട്ട് 12 സൂര്യന്മാരുണ്ട്. ആ 12 സൂര്യന്മാരും ചേർന്നിട്ടാണ് നമ്മൾ കാണുന്ന സൂര്യൻ. ആ 12 സൂര്യന്മാരെ കാശിയിലേക്ക് അയച്ചു, പോയി കണ്ടുപിടിക്കൂ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അയച്ചു. അവരവിടെ പോയി. അവരവിടെ ചെന്നിട്ട് ആകാശത്ത് ചെന്നിട്ട് കാശിയിലേക്ക് നോക്കിയപ്പോൾ എല്ലായിടത്തും പുണ്യം, നല്ല ലൈഫ്. അവരും അവിടെ സെറ്റിലായി. അവർ തിരിച്ചു പോയില്ല. ദിവോദാസനെ രാജാവായിട്ട് സ്വീകരിച്ചാൽ നമുക്ക് ലൈഫിൽ നല്ല സുഖമാണെന്ന്. ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വലിയ വലിയ ചുമതലകളുള്ള ദേവന്മാരൊക്കെ മഹാദേവൻ്റെ ആജ്ഞയനുസരിച്ചിട്ട് ദിവോദാസൻ്റെ രാജ്യത്ത് വന്നപ്പോൾ അവരൊക്കെ വിചാരിച്ചു, ഇങ്ങനെ നോക്കി നടത്തണ ഒരു രാജാവുണ്ടെങ്കിൽ പിന്നെ ഈ ചുമതലകളുടെ ഒന്നും ഭാരമില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് റിലാക്സായിട്ട് ജീവിക്കാമല്ലോ. എത്ര കാലമായി ഈ ഭൂമി പ്രകൃതി ഇങ്ങനെ നോക്കി നടന്നിട്ട് കഷ്ടപ്പെടുന്നു നമ്മൾ. കുറച്ച് കാലം നമുക്ക് സുഖമായിട്ട് മിണ്ടാതെ ഒരു റെസ്പോൺസിബിലിറ്റിയും തലയിലില്ലാണ്ട് നല്ല സുഖമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ദിവോദാസൻ്റെ ആ എന്താ പറയുക രാജ്യത്ത് അവർ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞു, ഈ മഹാദേവൻ എന്തിൻ്റെ കുഴപ്പമാണ്, മര്യാദയ്ക്കിരിക്കുന്ന ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകണ്ട അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവരും കാശിയിൽ പ്രതിഷ്ഠിതരായി. ഇന്നും കാശിയിൽ 12 ആദിത്യന്മാർക്കും ക്ഷേത്രമുണ്ട്. ഈ വന്നവരൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. ഈ ഭൈരവന്മാർക്കൊക്കെ ക്ഷേത്രമുണ്ട്. ഓരോ ഭൈരവനും ഓരോ വിശേഷ സ്ഥലത്തായിരിക്കണത്. അതുകൊണ്ടാണ് കാശിയിലെ ശരിയായിട്ടുള്ള തീർത്ഥാടനം മര്യാദയ്ക്ക് നടത്താം. ചേച്ചി സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സോറി, ക്ഷമിക്കണം, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ 12 ആദിത്യന്മാർ അവിടെ പ്രതിഷ്ഠയായി. പക്ഷേ അവരും അദ്ദേഹത്തിൻ്റെ പുണ്യസമ്പത്ത് കണ്ട് സന്തുഷ്ടരായിട്ട് കാശിയിൽ തന്നെ താമസാക്കിയെന്ന്. അവർ കാശി വിടാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചു.
നമ്മളിന്നും കാശിയിൽ ശരിക്കും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 1.5 വർഷം എടുക്കും നമുക്ക് കാശി മുഴുവൻ അരിച്ചു പെറുക്കി തൊഴുതു വരാൻ. കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശി വിശ്വനാഥ ക്ഷേത്രവും മണികർണിക ഘാട്ടും മാത്രമല്ല, അന്നപൂർണ്ണ ക്ഷേത്രം, പിന്നെ മാക്സിമം കാലഭൈരവൻ്റെ അവിടെ പോകും. ഒരോട്ടപ്രദക്ഷിണം ഇട്ടണം എല്ലാവരും പോയിട്ട് വരിക. വാസ്തവത്തിൽ ഏത് പദ്ധതിയിലുള്ള ഉപാസകനും, ഇനി ഒരു സാധാരണ ഭക്തനും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഗൃഹസ്ഥനാണെങ്കിലും ഓരോരുത്തർക്കും വേണ്ട സ്ഥലങ്ങളുണ്ട് അവിടെ. വളരെ ഭീതിതമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ, വളരെ ഭീതിതമായിട്ടുള്ള സ്ഥലങ്ങൾ. ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ അമ്പലത്തിൽ, അത് പഴയ കാലത്ത് യോഗികൾ മാത്രമേ അവിടെ പോകുള്ളൂ, തലകീഴായിട്ട് 3 നില ഭൂമിയുടെ അടിയിലിരിക്കണത്, താഴെ ശിവലിംഗം കാണാം, അതിൻ്റെ മുകളിൽ വലിയൊരു ഈർച്ചവാളുണ്ടാവും. സന്യാസിമാർ അതിൻ്റെ മുകളിൽ നിന്ന് തലകീഴായിട്ട് ചാടും, തല പളരും, തല പളർന്ന് ആ ആത്മാവ് ആ ശിവലിംഗത്തിരിക്കുക. ഭയാനകമായിട്ടുള്ളതാണ്. അത് ബ്രിട്ടീഷുകാരാണ് അത് നിരോധിച്ചത്. അവർ ആ വാളിനെ എടുത്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അതെന്താ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശിയിലെ പണ്ഡിറ്റുകൾ അത്യാഗ്രഹികളായിട്ട് സാധുക്കളായിട്ടുള്ള ആൾക്കാർ ഈ അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാവുമല്ലോ, അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരോട് പറയും മുക്തി കിട്ടും, ചാടിക്കോ പറയും. ഇവർ പറയും ഞങ്ങൾക്ക് ജീവിക്കണം പറഞ്ഞാൽ ഇവർ പിടിച്ച് തള്ളിയിട്ടിട്ട് കൊല്ലും. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ഗുഹാമാർഗത്തിൽ കൂടെ ഗംഗയിലേക്ക് ശവം വലിച്ചുകൊണ്ട് പോകും, പണം മുഴുവൻ അപഹരിക്കും. ഇത് വലിയ കേസുകളും പ്രശ്നങ്ങളും ആയപ്പോൾ അത് മൂടി. അതേപോലെ തന്നെ അതിൻ്റെ പൂർവ്വത്തിലുണ്ടായിരുന്ന ക്ഷേത്രം ഗംഗയിൽ പകുതി മുങ്ങിയ അവസ്ഥയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഗോപുരമുള്ളൊരു അമ്പലമുണ്ട്, പ്രസിദ്ധമായിട്ടുള്ള കാശിയുടെ ഫോട്ടോകളിലൊക്കെ കാണാം. അങ്ങനെ ഗോപുരം മാത്രം ഗംഗയുടെ മുകളിലുണ്ടാവുക, ബാക്കി അങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു ശിവലിംഗം ഉണ്ട്. ആ സ്ഥലത്തായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ലിംഗം ഇരുന്നിരുന്നത്. ഇങ്ങനെ ഭീതിതമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. വാരാഹി പോലുള്ള രൗദ്രമൂർത്തികളെ ഇരുത്തിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കാളി, ചണ്ഡിക, ഇല്ലാത്തൊന്നുമില്ല. ദേവിയുടെ മാർഗത്തിൽ പോണവർക്ക്, നാരായണൻ്റെ മാർഗത്തിൽ പോണവർക്ക്, മഹാദേവൻ്റെ മാർഗത്തിൽ പോണവർക്ക്, ഗണപതിയുടെ മാർഗത്തിൽ പോണവർക്ക്, സുബ്രഹ്മണ്യൻ്റെ മാർഗത്തിൽ പോണവർ, നരസിംഹത്തിൻ്റെ മാർഗത്തിൽ, ഏത് പദ്ധതി, ഇനി ബൗദ്ധനാവട്ടെ അവനുണ്ട്, ജൈനനാവട്ടെ അവനുണ്ട്. കാശിയുടെ തുല്യം ഒരു നഗരം ഈ ഭൂമിയിലില്ല, അന്നുമില്ല, ഇന്നുമില്ല, ഇനി ഉണ്ടാവില്ല. ആ കാശി നഗരത്തിനെ ഭഗവാനായിട്ട് കണ്ടിട്ട് എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കും. അങ്ങനെ ആ കാശി നഗരത്തിൽ ഭഗവാൻ ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് താമസം വീണ്ടും തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് 64 യോഗിനികളെ, ഈ 64 കോടി യോഗിനിമാരുടെ പ്രതിനിധികളായിട്ടുള്ള ലീഡേഴ്സായിട്ടുള്ള 64 യോഗിനികളെ വിളിച്ചിട്ട് കുറ്റം കണ്ടെത്താൻ പറഞ്ഞു വിട്ടു. അവരും ദിവോദാസൻ്റെ നാട്ടിൽ വന്നപ്പോൾ കടുകിട പോലും പാപം ഉണ്ടാക്കാൻ കാണാൻ സാധിച്ചില്ല. പിന്നെ മനസ്സ് വിചാരിച്ചു, എന്ത് വലിയ കർമ്മദോഷമാണ് നമുക്ക് വരിക, ഇത്ര നല്ലൊരു രാജ്യത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ നമുക്ക് ആ പാപം വരും, അതുകൊണ്ട് നമ്മളത് ചെയ്യരുത് പറഞ്ഞു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, മഹാദേവനെ ആരാധിച്ചുകൊണ്ട് വാരാണസി തന്നെ താമസാക്കി. അവസാനം അമ്മയെ പറഞ്ഞയച്ചു, ദുർഗാദേവിയെ പറഞ്ഞയച്ചു കാശിയിൽ. അമ്മ ആ പാപം ഉണ്ടോ എന്ന് വന്നിട്ട് വാരാണസി നോക്കിയപ്പോൾ ഒട്ടും പാപം കണ്ടില്ല. ഭഗവാനോട് പോയിട്ട് എന്ത് പറയും എന്ന് വിഷമിച്ചിട്ട് കാശിയുടെ തൊട്ടു പുറത്ത് തന്നെ ഇരുന്നു. ഇന്നും ദുർഗ ഇരിക്കുന്നത് കാശി നഗരത്തിൻ്റെ ജസ്റ്റ് പുറത്താണ്. വേറെയും ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ആ പ്രധാന സാന്നിധ്യം. ആ സമയത്ത് ഭഗവാൻ ദിക്പാലകന്മാരെ പറഞ്ഞയച്ചു. 10 ദിക്പാലകന്മാർ. കിഴക്കിന് ഇന്ദ്രൻ, തെക്ക് കിഴക്കിന് അഗ്നി, തെക്കിന് യമൻ, തെക്ക് പടിഞ്ഞാറിന് നിരുതി, പടിഞ്ഞാറിന് വരുണൻ, വടക്ക് പടിഞ്ഞാറിന് വായു, വടക്കിന് സോമൻ അഥവാ കുബേരൻ, വടക്ക് കിഴക്കിന് ഈശാനൻ. ഈ ക്രമത്തിലാണ് അഷ്ടദിക്പാലകന്മാർ. പിന്നെ ബ്രഹ്മാവ്, വിഷ്ണു, ഈ പറയുന്ന ദേവതാദികളെ, അതിൽ പ്രത്യേകിച്ച് 8 ദിക്പാലകന്മാരെയാണ് പറഞ്ഞയച്ച്. ഇവർ 8 പേരും ഇവിടെ വന്നു. ഇവരും ഇന്ദ്രൻ വന്ന് നോക്കി, വരുണൻ വന്ന് നോക്കി, അഗ്നി വന്ന് നോക്കി, യമൻ നോക്കി, പിശാചായിട്ടുള്ള നിരുതി പോലും വന്ന് നോക്കി. കന്നിമൂലയിൽ ഒന്നും ഈ ടോയ്ലറ്റിൻ്റെ പിറ്റ്, കിണർ, ഇതൊന്നും പാടില്ല എന്ന് പറയും. കാരണം അവിടെ പിശാചാണ് ഇരിക്കുന്നത്, ഭൂതത്വമാണ് കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മഹാദേവൻ്റെ തന്നെ പൈശാചിക ഭാവമാണ് നിരുതി. അതിനെ നേരെ ഓപ്പോസിറ്റ് വടക്ക് കിഴക്ക് ഈശാനൻ എന്ന് പറയുന്ന ഭഗവാന്റെ ശുദ്ധഭാവ. അതുകൊണ്ടാണ് പൂജാമുറിയൊക്കെ വടക്ക് കിഴക്ക് വരണം എന്ന് പറയണത്. കന്നിമൂലയിൽ കിടപ്പറ വരാം, വളരെ വിശേഷമാണ് കിടപ്പറ വന്ന. പക്ഷേ അവിടെ ഒരിക്കലും ഒരു കിണറോ ജലാശയോ കുഴികളോ ഒന്നും പാടില്ല, ഉയർന്നിരിക്കണം. ആ സ്ഥലത്ത് ഉള്ള പൈശാചികത അടക്കാൻ ഒരു ദേവന് മാത്രമേ സാധിക്കുള്ളൂ.
ഗണപതി ഭഗവാന് മാത്രം. അതുകൊണ്ടാണ് കന്നിമൂല ഗണപതി എന്ന് പറയണത് എപ്പോഴും. അത് ശബരിമലയ്ക്ക് മാത്രമല്ല, എല്ലാ ക്ഷേത്രത്തിലും കന്നിമൂലയിലായിരിക്കും ഗണപതി. അത് ഗുരുവായൂരാണെങ്കിലും ശരി, ഏത് അമ്പലത്തിലാണെങ്കിലും ശരി, ഗണപതി ഭഗവാൻ ഭൂമിതത്വം ആയതുകൊണ്ട് ഗണപതിയെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ കന്നിമൂല ശുദ്ധവും. ഭഗവാന് മാത്രമേ ആ കന്നിമൂലയുടെ പൈശാചികത അടക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് സാധിക്കുന്നത് കൂർമ്മത്തിനാണ്, കൂർമാവതാരത്തിന്. അതുകൊണ്ട് ഈ കന്നിമൂല പ്രശ്നമുള്ള വീടുകളിൽ പൂജാമുറിയുടെ ഉള്ളിൽ, പൂജാമുറിയുടെ കന്നിമൂലയിൽ ഗണപതിയും അതേപോലെ കൂർമ്മത്തിൻ്റെ യന്ത്രോ ചിത്രോ വയ്ക്കും, കന്നിമൂലയുടെ പ്രശ്നം മാറ്റാൻ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പണിതിട്ടുള്ള ഒരു വീട് നമുക്ക് പൊളിച്ചിട്ട് വീണ്ടും പണിയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ലഘുപരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ആ ദിക്പാലകന്മാർ ഓരോരുത്തരും വന്നിട്ട് നോക്കിയപ്പോഴും ഒരു ദോഷവും കണ്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരും പ്രതിഷ്ഠിതരായി. ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ട് അവരും പൂജ കഴിച്ചിട്ട് ശിവനെ ആരാധിച്ചുകൊണ്ട് അവരും കാശിയിൽ കൂടി. ഇന്നും ദിക്പാലകന്മാരുടെ ക്ഷേത്രങ്ങൾ അവിടെ കാണാം. അവരൊക്കെ ശിവനെ ആരാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ രീതി. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പോയവരൊന്നും വന്നില്ല. ഭഗവാന് സങ്കടമായി. ഈ ദേവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുക. എൻ്റെ ഭക്തരായിട്ടുള്ള ഋഷിമാരാണ്. അവരെ വിളിച്ചു, നിങ്ങളെനിക്ക് ഒരു സഹായം ചെയ്യണം. നിങ്ങൾ കാശിയിൽ ചെന്നിട്ട് ദിവോദാസൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട് വരണം. ഉണ്ടെന്ന് എന്നെ അപ്പം തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഋഷിമാരെ അനുഗ്രഹിച്ചു. അവർ കാശി നഗരത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ തന്നെ ദിവോദാസൻ്റെ ആൾക്കാരും ദിവോദാസനും കൂടെ വന്നിട്ട് അവരെ സ്വീകരിച്ച് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഭയങ്കര സൽക്കാരമൊക്കെ കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഋഷിമാർ നോക്കുമ്പോൾ ഭഗവാനെ ഉപാസിച്ച് സന്തോഷമായിട്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി സമയം ചെലവഴിച്ച് കഴിയാൻ പറ്റിയ അന്തരീക്ഷം, നല്ല സുഖം. നമ്മളെന്തിനാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകണം? ഈ ഭഗവാൻ എന്തിൻ്റെ കുഴപ്പമാണ്? നമുക്ക് ഇവിടെ ഇരുന്ന് ഭഗവാനെ ആരാധിക്കാം എന്ന് പറഞ്ഞിട്ട് അവരും മഹാദേവനെ കാശിയിൽ പ്രതിഷ്ഠിതരായിട്ടിരുന്നിട്ട് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അഗസ്ത്യൻ്റെയും വസിഷ്ഠൻ്റെയും വാൽമീകിയുടെയും ഒക്കെ സാന്നിധ്യം കാശിക്ക് ഉണ്ടായതെന്നാണ് പറയുന്നത്. അവർക്കൊക്കെ ചെറിയ ചെറിയ ഷ്രൈൻസ് ഉണ്ട്, അവിടെ കാണാൻ പറ്റും. അങ്ങനെ അവരും അവിടെ കൂടി. ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ ആകെ സങ്കടമായി. ഭഗവാൻ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി, എൻ്റെ പ്രിയപ്പെട്ട കാശിയിലേക്ക് എനിക്ക് എപ്പോഴാണ് പോകാൻ പറ്റുക? എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ദിവോദാസൻ്റെ രാജ്യത്തിൽ പാപം ഉണ്ടായാൽ മാത്രമല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. എൻ്റെ കാര്യമാണല്ലോ കഷ്ടമായത്. ബാക്കി ആർക്ക് വേണമെങ്കിലും കാശിയുടെ ഉള്ളിൽ കയറാൻ പറ്റണ അവസ്ഥയാണ്. എനിക്ക് മാത്രം പറ്റില്ല. കാരണം ഞാൻ അവനെക്കാട്ടിലും വലിയ ആളായിപ്പോയി. അതാണ് പ്രശ്നം. ഭഗവാൻ ചിന്തിക്കുകയാണ്, ഞാനൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷത്തോടെ കാശിയിൽ പോയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനൊരു ഉപദ്രവവും ചെയ്യില്ല. ഞാനവിടെ മിണ്ടാതെ പോയിട്ട് എൻ്റെ ആ തപസ്ഥാനത്തിരുന്ന് ഞാൻ ജപിച്ചും തപസ്സിട്ട് എൻ്റെ കാലം കഴിക്കും. പക്ഷെ ഞാൻ മഹാദേവനായി പോയില്ലേ. അതുകൊണ്ട് അവനേക്കാളും വലിയൊരാൾ അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോയില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗൃത്സമതം പറയും, അങ്ങനെ പലരെയും അയച്ചു. സ്കാന്തത്തിൽ അനവധി പേരെ വായിക്കുന്നുണ്ട്. അവസാനമാണ് ആലോചിച്ച്, എൻ്റെ മകനുണ്ടല്ലോ, അവൻ മഹാബുദ്ധിമാനല്ലേ, പരബ്രഹ്മസ്വരൂപനാണെങ്കിലും എൻ്റെ പുത്രനായിട്ടിരിക്കുകയല്ലേ, അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഡുണ്ഡി എന്ന് പേരുള്ള വിനായകനെ വിളിച്ചു എന്നാണ്. ഡുണ്ഡി വിനായകൻ്റെ മഹത്വം പറയണു ഇവിടെ. സ്വയം ബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാൻ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് ഇരിക്കാമെന്ന് അംഗീകരിച്ചിട്ട് ഇന്നും എനിക്കും ഉമയ്ക്കും പുത്രനായിട്ടിരിക്കണവനാണ്. അവൻ്റെ അടുത്ത് തന്നെ പറയാം, അച്ഛൻ്റെ ദുഃഖം തീർക്കേണ്ടത് മകൻ്റെ കടമയല്ലേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്ന് നമസ്കരിച്ചു. എന്താ അച്ഛാ, എന്നെ എന്താ പെട്ടെന്ന് ഓർക്കാൻ കാരണം? ചോദിച്ചു, മോനെ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. അതെന്താ മോനെ? നമ്മുടെ കാശി എനിക്ക് നഷ്ടപ്പെട്ടു. അച്ഛന് വേറെ എവിടെ ഇരുന്നാലും സന്തോഷം കിട്ടില്ല. എനിക്കിപ്പോൾ കാശിക്ക് പോകണം. ഞാൻ അവിടെയാണ് ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കാശിയിൽ പോകാനുള്ളൊരു മാർഗം പറഞ്ഞു തരണം. അപ്പോൾ ഭഗവാൻ ആലോചിച്ചു, ഗണപതി, അച്ഛൻ്റെ ദുഃഖം ഞാൻ എങ്ങനെ മാറ്റും? ദിവോദാസൻ നല്ലൊരു രാജാവല്ലേ അച്ഛാ, അദ്ദേഹം ധർമ്മിഷ്ഠനല്ലേ, കൃത്യമായിട്ടല്ലേ ഭരിക്കണേ. അതാണ് എൻ്റെ ധർമ്മസങ്കടം. എനിക്ക് അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹിക്കണമെന്നില്ല, പക്ഷേ എനിക്ക് കാശി താമസിക്കണം. സാരല്ല, അച്ഛൻ്റെ ആഗ്രഹം നടക്കും. അങ്ങയുടെ അഭീഷ്ടം ഞാൻ നടത്തിത്തരാം. വീണ്ടും കാശി നഗരിയിൽ വൈകാണ്ട് മഹാദേവ അവിടുന്ന് പ്രവേശിക്കും, അതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞു. ഞാൻ ദിവോദാസനെ അവിടുന്ന് മാറ്റിത്തരാം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയും സുബ്രഹ്മണ്യസ്വാമിയും പ്രദക്ഷിണം വെച്ചു ഗണപതി. അത് കഴിഞ്ഞ് ഗുരുവായിട്ടുള്ള നാരദ മഹർഷിയെ താണു വണങ്ങിയിട്ട് ഭഗവാൻ വാരാണസി നഗരം ലക്ഷ്യമാക്കിയിട്ട് പുറപ്പെട്ടു. അവിടെ ചെന്ന് ഭഗവാൻ വാരാണസിക്ക് ചുറ്റും നടന്നു നോക്കിയത്ര. നഗരം മുഴുവൻ ചുറ്റി നടന്നു. ഒരു സ്ഥലത്ത് പോലും പാപം കണ്ടില്ല. ഭഗവാന് സന്തോഷമായി. ദിവോദാസനോട് വലിയ സ്നേഹം തോന്നി. ഇങ്ങനെ ധർമ്മിഷ്ഠനായിട്ട് ഭരിക്കുന്ന ഒരാളെ പുറത്ത് കടത്താൻ ചില്ലറ പണിയല്ല.
കലാപം ഉണ്ടാക്കാൻ സാധിക്കില്ല, ജനങ്ങളെ കൊണ്ടും അയാൾക്കെതിരെ തിരിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ ഭരിക്കുന്ന ഒരാളെ എല്ലാവരും സ്നേഹിക്കും. അങ്ങനെ അവിടെ കടന്നുകൂടാൻ ഒരു മാർഗം ആലോചിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ജ്യോത്സ്യൻ്റെ വേഷം കെട്ടി. സ്വർണ്ണ നിറം കണ്ട മുത്തുമാലയൊക്കെ ഇട്ട് രത്നം പതിച്ചിട്ടുള്ള അരപ്പട്ട, മഞ്ഞ വസ്ത്രം, നല്ല മനോഹരമായിട്ടുള്ള കളവക്കൂട്ടൊക്കെ ധരിച്ചിട്ട് ആരെയും ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു തേജസ്വിയായിട്ട് ഒരാളായിട്ട് ആ ഡുണ്ഡി നഗരത്തിലേക്ക് പ്രവേശിച്ചു. സ്ത്രീകളൊക്കെ ഇങ്ങനെ സൗന്ദര്യം കണ്ടിട്ട്, ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇങ്ങനെ മയങ്ങി നോക്കി നിന്നു എന്നാണ് പറഞ്ഞു. ജ്യോതിഷക്കാരനായിട്ടുള്ള തൻ്റെ കഴിവ് കാണിക്കാൻ അദ്ദേഹം ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ, വഴിയിലൊരു കുഷ്ഠരോഗി കിടക്കുന്നുണ്ടായിരുന്നു. അവനെ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ ഗ്രഹനില ഇപ്പം ഇതാണ്, എന്നാലും സാരമില്ല, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട്, ശനി നീ ഈ രാശിയിലേക്ക് നിൽക്ക്, രാഹു നീ ആ രാശിയിലേക്ക് മാറി നിൽക്ക്, സൂര്യ നീ ഈ രാശിയിലേക്ക് നിൽക്ക്. തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്കൊക്കെ സൂര്യനിൽ പ്രശ്നമുണ്ടാവും. ഈ എസ്സിമ, വരട്ട് ചൊറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സ്കിന്നിൽ വരണമൊക്കെ, ഈ സർപ്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതൊക്കെ സൂര്യനാണ് അതിൻ്റെ ആൾ. അപ്പം സൂര്യൻ്റെ അടുത്ത് അങ്ങോട്ട് നിൽക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം തെളിച്ചുകൊണ്ട് ഇവൻ്റെ അസുഖം മാറി. കുഷ്ഠരോഗി പരമസുന്ദരനായി. അപ്പം തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി. അങ്ങനെ കുറേ ആൾക്കാർ ചുറ്റും കൂടിയപ്പോൾ ഒരുത്തനെ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ മകളുടെ കല്യാണി അടുത്തല്ലേ കഴിഞ്ഞത്, അവളിപ്പോൾ 2 മാസം ഗർഭിണിയല്ലേ, ഇന്ന ദിവസം ഇന്ന സമയത്ത് ജനിക്കും, മിടുക്കനായിരിക്കും കുട്ടി, പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അവൻ നാട്ടുകാരുടെ നിന്ന് തല്ലും വാങ്ങുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത് വേറൊരാൾ വന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തും വലിയ ഫലപ്രവചനങ്ങളൊക്കെ ചെയ്തു, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെ പ്രവചിക്കണ ഒരു ജ്യോതിഷനെ അവർ കണ്ടിട്ടില്ല. ഒരു വ്യക്തിയുടെ ജനന സമയം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഗ്രഹനില മുഴുവൻ നിന്ന നിപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് തൻ്റെ ബുദ്ധിശക്തിയെ പ്രകടിപ്പിച്ചു. അപ്പോൾ ആൾക്കാർ വിളിച്ചുകൊണ്ടുപോയി ഒരു വീടിൻ്റെ വരാന്തയിലിരുത്തി അദ്ദേഹത്തിന് ഉപചാരങ്ങളൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ സ്വയം ഭുജിച്ചു. ആ ഭുജിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില പട്ടാളക്കാർ ഇതെന്താ ഇവിടെ ഒരു ബഹളം എന്നറിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ സംഭവം അറിഞ്ഞു. അത് വേഗം തന്നെ സൈന്യാധിപനെ അറിയിച്ചു, സൈന്യാധിപൻ മന്ത്രി അറിയിച്ചു, മന്ത്രി ദിവോദാസനെ അറിയിച്ചു. ഇങ്ങനൊരു മഹാനായിട്ടുള്ളൊരു ജ്യോതിഷി കാശി നഗരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ എല്ലാം അറിയണ സർവജ്ഞനായിട്ടുള്ള ജ്യോതിഷിയാണെന്ന് ഒരു ദിവസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും കാശി നഗരം മുഴുവൻ അദ്ദേഹത്തിന് പ്രശസ്തിയായി. ആ പ്രസിദ്ധി രാജാവിൻ്റെ കാൽക്കലെത്തി. ആദ്യം രാജാവിൻ്റെ പത്നി, അതുപോലെ അന്തഃപുരത്തിലുള്ള മറ്റ് സ്ത്രീകളും ബന്ധുക്കളും ഒക്കെയാണ് ഈ ജ്യോതിഷനെ കുറിച്ച് കേൾക്കണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാജാവിൻ്റെ അന്തഃപുരത്തിലാണ് ആദ്യം ചെല്ലുന്നത്. അവിടെ ചെന്ന് സ്ത്രീകളെയൊക്കെ കയ്യിലെടുത്തു. കാണാനും സുന്ദരൻ, പറയണതൊക്കെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എല്ലാം വിളിച്ചു പറയുകയാണ്. എല്ലാവർക്കും ആഗ്രഹസാധ്യത്തിനുള്ള പരിഹാരമൊക്കെ പട്ടപടപടപടെ അവർ കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചിലവർ ഗർഭിണികളുണ്ട്, അവരോട് പറയും നിനക്ക് മകളായിരിക്കും ഉണ്ടാവുക, മകനായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അവരെയും സന്തോഷിപ്പിച്ചു. വയസ്സായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു, അമ്മമ്മേ നിങ്ങൾ അടുത്തൊന്നും മരിക്കില്ല, ഇനിയൊരു 50 കൊല്ലം കൂടെ നിങ്ങൾ ജീവിച്ചിരിക്കും, സന്തോഷമായിട്ടിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും സന്തോഷം കൊടുത്തു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന ആളെയല്ലേ നീ മനസ്സിൽ കൊണ്ട് കിടക്കണത്, അതിനെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിനും പ്രവചനങ്ങൾ നടത്തി. ഇങ്ങനെ ഓരോ പ്രായക്കാരായിട്ടുള്ള സ്ത്രീകളെ സന്തോഷിപ്പിച്ചു. അങ്ങനെ സന്തോഷിപ്പിച്ച് ഇരിക്കുന്ന സമയത്ത് ദിവോദാസൻ ദൂതന്മാരെ അയച്ചിട്ട്, സ്ത്രീകളുടെ അടുത്ത് ഇത്രയും നേരം ഇരുന്നില്ലേ, ഇനി എൻ്റെ കൊട്ടാരത്തിലേക്ക് വരൂ, എന്നെ കാണാൻ പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ വിളിച്ച് അദ്ദേഹം അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ അറിവിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ച് ബഹുമാനപൂർവ്വം പൂജിച്ച് പശുക്കൾ, ധനം, ധാന്യം ഇതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. മാത്രമല്ല രാജാവിൻ്റെ ജ്യോതിഷിയായിട്ട് കാശിയിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി ഭഗവാൻ പറഞ്ഞു, രാജാവേ എനിക്ക് ഗ്രാമത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് ധനത്തിൻ്റെ ആവശ്യമില്ല, നഗരത്തിൻ്റെ ആവശ്യമില്ല, ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെയാണ്, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് ചിരിച്ചിട്ട് കളിയായിട്ട് പറഞ്ഞു. അപ്പോൾ ദിവോദാസൻ ഇത് ആളാരാന്നറിയില്ല. അപ്പോൾ അദ്ദേഹം തമാശയായിട്ട് വിനയം കൊണ്ട് പറയുകയാണ് ഇദ്ദേഹം എന്നുള്ള രീതിയിൽ അതെടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടല്ലേ ഒരുത്തൻ കാശിക്ക് വരേണ്ടത്, ഞാൻ അങ്ങനെ വന്നിട്ടുള്ളതാ, ഇനി ഇവിടെ വന്നിട്ട് പ്രാരബ്ധം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് തത്വവും പറഞ്ഞു. അപ്പോൾ ദിവോദാസന് ഭയങ്കര ഇമ്പ്രഷനായി അദ്ദേഹത്തിനെക്കുറിച്ച്. കാശിയുടെ തത്വം പറഞ്ഞിട്ടൊരാൾ ഇവിടെ വന്നിരിക്കണമല്ലോ ഇങ്ങനെ കരുതി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും ഒരു പ്രവചനം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. രാജാവിനെ നോക്കി ചില കണക്കുകളൊക്കെ കൂട്ടി. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഇന്നേക്ക് 17ാമത്തെ ദിവസം ഈ കാശി നഗരത്തിൽ അങ്ങയെ കാണാൻ
എന്നെപ്പോലെ വേറൊരാൾ വരും. ആ വ്യക്തി പറയുന്നത് അവിടുന്ന് അക്ഷരം പ്രതി അനുസരിക്കണം, അത് അങ്ങേക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞു. രാജാവ് രണ്ടൊന്നും ആലോചിച്ചില്ല. ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണമെന്നാണ് ദിവോദാസൻ പറഞ്ഞു. കാരണം ദിവോദാസൻ ശിവഭക്തനാണ്. ദിവോദാസൻ പറയണം, ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണു. ആ 17 ദിവസം കഴിഞ്ഞ് വരുന്ന മഹാത്മാവ് ആരാണെങ്കിലും അദ്ദേഹം എന്തു പറഞ്ഞാലും ഞാൻ ആ വാക്കുകൾ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. കീർത്തിക്ക് ഇത് കേട്ടിട്ട് എന്നിട്ട് എന്തുണ്ടായി എന്നാണ് ചോദിക്കണേ ഗൃത്സമതൻ്റെ അടുത്ത്. ഭഗവാൻ ഗൃത്സമത മഹർഷി പറയുക, ആ ജ്യോതിഷി വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് രാജാവിനോട് യാത്ര പറഞ്ഞിട്ട് ആ സ്ഥലത്തുനിന്ന് പോയി കളഞ്ഞു. 17 ദിവസം കഴിഞ്ഞു. രാജാവ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. ആ സമയത്ത് സ്കന്ദപുരാണത്തിൽ നിന്ന് കുറച്ചെടുക്കാം, ഇവിടുന്ന് മാത്രമല്ല, ഇതിൽ അങ്ങോട്ട് പോരാ, അതിൽ കുറച്ച് ഗംഭീരമായിട്ടുണ്ട്. ഭഗവാന്റെ അമ്മാവൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നാരായണൻ മഹാലക്ഷ്മിയോട് കൂടിയിട്ട് കാശി നഗരത്തിൻ്റെ അസി എന്ന് പറയുന്ന വാരണ എന്ന് പറയുന്ന നദി ഗംഗയിൽ വന്ന് ചേരുന്ന തീരത്തിൻ്റെ അടുത്ത് വന്നു. അവിടെ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ കാലാദ്യ ജലത്തിൽ കഴുകി. ആ തീർത്ഥം ഇപ്പോഴും ഉണ്ട്. ആ നാരായണൻ, ആദിനാരായണൻ എന്ന് പറയും ആ ഭഗവാൻ, അദ്ദേഹം അവിടെ ഇരിക്കുക. ആ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. കാശിയിലെ മറ്റു ക്ഷേത്രങ്ങളുടെ തിരക്കൊന്നുമില്ല. മഹാവിഷ്ണു ആദ്യം വന്ന് ഇറങ്ങിയ സ്ഥലമാണ്. അവിടെ വന്നിരുന്നു മഹാലക്ഷ്മിയോട് കൂടിയിട്ട്. എന്നിട്ട് ആലോചിച്ചു, ഗണപതി വഴി തുറന്നു വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ദിവോദാസനെ ഇവിടുന്ന് പറഞ്ഞേക്കുക? ദിവോദാസനെ ആ രീതിയിൽ നിന്ന് മാറ്റിവിടണമല്ലോ. സ്കാന്ദപുരാണത്തിലും ഇവിടെയും തമ്മിലുള്ള കഥയിലുള്ള വ്യത്യാസം അതാണ്. അത് ഞാൻ ഇതിലത്തെ കഥ പറയാം, എന്നിട്ട് അവിടുത്തെ കഥ പറയാം. പക്ഷെ ആ കഥയാണ് കുറേ കൂടെ രസം. ഇദ്ദേഹം ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ചിട്ട് മഹാലക്ഷ്മിയും കൂട്ടിയിട്ട് ദിവോദാസൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് ചെല്ലും. കാണുമ്പോൾ തന്നെ തേജസ്സ, ഇരുണ്ട നിറം, മഞ്ഞ പട്ട്, കൗസ്തുഭം പോലുള്ള രത്നമൊക്കെ അണിഞ്ഞിട്ടുള്ള മാലയൊക്കെ അണിഞ്ഞ് ഗോവിക്കുറിയൊക്കെ തൊട്ടിട്ട് കണ്ടാൽ ഭഗവാനാണെന്ന് തോന്നണ പോലെ ഒരു മഹാത്മാവ്. അങ്ങനെ കയറി ചെന്നിട്ട് രാജാവിനെ കാണാനാണ് ഞാൻ വന്നതെന്ന് പറയും. അപ്പോൾ ഭടന്മാർ ഉടനെ വിളിച്ചിട്ട് ഉള്ളിൽ കൊണ്ടു. ദിവോദാസനാണെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിനെ അകത്ത് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തന്നെ തോന്നി. നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ, ഗുരുവായൂരപ്പ, സ്കാന്ദപുരാണത്തിൽ ആദ്യം പറയാം, അതാണ് പറയേണ്ടത്. നമസ്കരിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു, ദിവോദാസ, നിന്നെപ്പോലെ ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാൾ ഇന്ന് ഈ ഭൂമിയിൽ ഭരിക്കാനില്ല. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, പ്രകൃതിയുടെ ഇടപെടലും ദേവതകളുടെ ഇടപെടലും വിധിയുടെ ഇടപെടലും പാടില്ല. ഞാൻ ഭരിക്കുന്നവിടെ ഞാൻ പറയുന്നതേ നടക്കാവൂ എന്ന് പറയണത് പ്രകൃതി വിരുദ്ധല്ലേ ചോദിച്ചു. അത് താൻ പോരിമ കാണിക്കലല്ലേ? മനുഷ്യൻ്റെ കഴിവിൽ മാത്രം വിശ്വസിച്ചു കൊണ്ടുള്ളൊരു ഞാണുമേ കളിയല്ലേ? ഈശ്വരൻ്റെ സഹായം ഇല്ലാതെ ലോകം മുഴുവൻ ഓടുന്നുള്ള അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആസ്തികതയ്ക്ക് എന്താ പ്രസക്തി? ദിവോദാസൻ ആലോചിച്ചു, ശരിയാണല്ലോ, അദ്ദേഹം മഹാത്മാവാണ്, ശരിയാണ്, താൻ എത്ര വലിയ തെറ്റാ ചെയ്ത്. നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രം ജീവിച്ച് കാണിക്കും എന്ന് പറയുന്നത് വിഡ്ഢിത്തരാണ്. അതിൽ പുറത്തുനിന്നുള്ള ഒരിടപെടലും ഈശ്വരീയമായ ഇടപെടൽ പാടില്ല എന്നാണ് വരം മേടിച്ചു വെച്ച്. ഒരു വശം നോക്കിയാൽ നല്ലതാണെങ്കിലും മറ്റൊരു വശത്തിൽ പ്രകൃതിക്ക് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെത്ര സങ്കടകരമാണ്. ശരിയാണെന്ന് പറഞ്ഞു. ദിവോദാസ, നീ നേടാവുന്നതൊക്കെ നേടി. നീ ജീവിതത്തിൽ ഓൾറെഡി ഫുൾ സെറ്റിൽഡായിട്ട് എല്ലാം നിറഞ്ഞ് തൃപ്തിയായിരിക്കുമ്പോഴാണ് നീ ബ്രഹ്മദേവൻ്റെ എന്ന് ഈ വരം മേടിച്ചത്. അങ്ങനെയാണ് നിനക്ക് ഈ ആനന്ദവനം തന്നത്. നിനക്കറിയോ, നീ അറിയാതെ എത്രയോ ദേവതകൾ ഇവിടെ വന്നിട്ട് നിൻ്റെ ഭരണത്തിൻ്റെ സൗഖ്യം കണ്ടിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പരം ഭാഗ്യം നിനക്കെന്താ വേണ്ടത്? എന്തിന് ഞാൻ തന്നെ, താൻ ആരാന്ന് പറയുന്നില്ല, ഞാൻ തന്നെ നിൻ്റെ ഭരണത്തിൻ്റെ സൗഖ്യം കണ്ടിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിൽ വരികയാണ്, നീ എത്തേണ്ടവിടേക്ക് എന്നോ എത്തിക്കഴിഞ്ഞു. ഇനി നീ ഈ ഭരണത്തിലൊന്നും കടിച്ചു തൂങ്ങി സമയം കളയരുത്. മനുഷ്യൻ്റെ ആയുസ് എപ്പോൾ അവസാനിക്കുന്ന അറിയില്ല. അതുകൊണ്ട് മോക്ഷത്തിന് വേണ്ട കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത്. നീ ഒരു ലിംഗപ്രതിഷ്ഠ ചെയ്തിട്ട് മഹാദേവനെ പൂജിക്കുക, എന്നിട്ട് ഭരണത്തെ ഉപേക്ഷിക്കുക, തപസ്വിയായി മാറ്, വാനപ്രസ്ഥം സ്വീകരിക്കുന്നു. വേറെ വലിയൊരു ആണെന്നുണ്ടെങ്കിൽ കള്ള, നീ എന്നെ പറ്റിക്കാൻ വന്നാണല്ലേ എന്ന് ചോദിക്കും. ദിവോദാസൻ പറയും, അങ്ങ് എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നു, ഞാൻ ഈ അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിന്നിട്ട് എന്താ കാര്യം?
എൻ്റെ ഒരു സന്തോഷവും മോഹവുമായിരുന്നു ഒരു മാതൃകാ ഭരണം കാഴ്ചവെക്കണമെന്ന്. അതിലാരും ഇടപെടരുതെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാണ്ട് പ്രകൃതിയുടെ ഇടപെടലോ ഈശ്വരന്മാരുടെ ഇടപെടലിനെയോ ഞാൻ വെറുത്തിട്ടല്ല അത്. കാരണം ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് ഉപകാരപ്പെടാതെ പോയാലോ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ അങ്ങയുടെ ഈ വാക്കുകൾ എൻ്റെ മനസ്സ് കണ്ണു തുറപ്പിച്ചു. ഇനിയുള്ള കാലം ഞാൻ മോക്ഷത്തിന് ശ്രമിക്കുക വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് തൽക്ഷണം കാശി നഗരത്തിൻ്റെ ആധിപത്യം അദ്ദേഹം ഉപേക്ഷിച്ചു. മഹാദേവൻ്റെ ഒരു മഹാശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠിച്ച നിമിഷത്തിൽ കാശിയുടെ അതിർത്തിയിൽ കൊമ്പും കുഴലും ഡക്കടയും ശബ്ദം കേൾക്കാൻ തുടങ്ങി. 960 കോടി ഭൂതഗണങ്ങളോട് കൂടിയിട്ട് ആ മഹാദേവൻ കാശി നഗരത്തിലേക്ക് തിരിച്ചങ്ങോട്ട് പ്രവേശിച്ചു. ആ കാശി നഗരത്തിലേക്ക് പ്രവേശിക്കണ മഹാദേവനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ ഭഗവാൻ തിരിച്ചു കയറി എന്നാണ് പറഞ്ഞ കാശിയിലേക്ക്. ഇതാണ് ദിവോദാസൻ്റെ കഥ സ്കാന്ധത്തിൽ. ഗണേശപുരാണത്തിൽ ചെറിയൊരു കളി, ചെറിയൊരു മാറ്റം അവിടെ ബുദ്ധമതത്തിനെ മുൻനിർത്തിക്കൊണ്ടൊരു കളിയാണ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു വന്നതൊന്നും പറയുന്നില്ല. ഒരു ദിവസം ഒരു ബുദ്ധസന്യാസി ദിവോദാസൻ്റെ മന്ദിരത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ പറയണത് കേൾക്കുക. ഈ വാരാണസി ശിവൻ്റെ തേജസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ശിവൻ പ്രളയകാലത്തും സംരക്ഷിക്കും. പക്ഷെ കാശിയിലെ സ്ഥിതി വ്യത്യാസമായി. പുണ്യകർമ്മങ്ങൾക്ക് ലോപം വന്നിരിക്കുന്നു. ഇവിടെ മുഴുവൻ മഹാപാപമാണെന്ന് പറഞ്ഞു. ദിവോദാസൻ ഞെട്ടിപ്പോയി ഈ കഥയിൽ. എന്താ ഈ പറയണത് എന്നാ ചോദിക്കുന്നത്. അങ്ങ് പറയണത് ഞാൻ അനുസരിക്കാം. ജ്യോതിഷക്കാരനായിട്ടുള്ള ഒരു മഹാത്മാവ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങ് വരുന്നു. അപ്പം ഞാൻ വാക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ബൗദ്ധൻ തൻ്റെ ശരിയായിട്ടുള്ള രൂപം കാണിച്ചു കൊടുത്തു. അത്രേ ശംഖചക്ര കഥാപത്മധാരിയായിട്ട് നാരായണൻ്റെ രൂപം കാണിച്ചു കൊടുത്തു. അപ്പം നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതൽ ഭാഗ്യം കിട്ടാനില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വിശ്വത്തിൻ്റെ പ്രസാദം കൊണ്ട് അങ്ങയ്ക്ക് മുക്തി കിട്ടിയിരിക്കുന്നു. അവിടെ വിശ്വത്തിൻ്റെ പ്രസാദച്ച ഓം വിശ്വം, വിശ്വം ച വിഷ്ണു. രാജ്യം ഉപേക്ഷിച്ചിട്ട് ധന്യനായിത്തീരൂ, മോക്ഷം കിട്ടട്ടെ അങ്ങേക്ക്, ശിവൻ അങ്ങേക്ക് മുക്തി നൽകും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. അതിനുശേഷം മഹാദേവനെ വിവരം അറിയിക്കാൻ ആൾക്കാരെ പറഞ്ഞയച്ചു. അങ്ങനെ ശിവൻ വീണ്ടും വാരാണസിയിൽ പ്രതിഷ്ഠിതനായി. രാജാവ് തൻ്റെ അധികാരചിഹ്നം ഉപേക്ഷിച്ചിട്ട് ശിവഭക്തനായിട്ട് മോക്ഷത്തിന് ഉചിതമായിട്ടുള്ള സമയം പ്രതീക്ഷിച്ച് കഴിഞ്ഞു പറഞ്ഞു. അപ്പോൾ ഗൃത്സമതൻ കീർത്തിയുടെ പറയാം, ഡുണ്ടി ജ്യോതിഷിയുടെ രൂപത്തിൽ ശിവന് വേണ്ടതായിട്ടുള്ള ഉപകാരമൊക്കെ ചെയ്തു കൊടുത്തിട്ട് വാരാണസിയിലെത്താൻ നാരായണൻ ശിവനോട് പറഞ്ഞു. ഉടനെ തന്നെ മഹാദേവൻ വൃഷഭാരൂഢനായിട്ട് വാരാണസിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ശിവൻ ആദ്യം ചെയ്തത് ആ ഡുണ്ടിയായിട്ടുള്ള ഗണപതിയുടെ മഹാത്മ്യത്തിനെ വാഴ്ത്തുകയാണ് ചെയ്തത്. തൻ്റെ ആസ്ഥാനമായിട്ടുള്ള വാരാണസിയും അവിടുത്തെ ജനങ്ങളെയും സദാ അനുഗ്രഹിച്ച് രക്ഷിക്കണമെന്ന് ആ ഡുണ്ടി വിനായകൻ്റെ അടുത്ത് മഹാദേവൻ ആവശ്യപ്പെട്ടു. കീർത്തി വാരാണസിയിൽ ചെന്നിട്ട് വിനായകനെ വന്ദിച്ചു. മാഘമാസത്തിലെ ചതുർത്ഥി ദിവസം ആണ് കീർത്തി വാരാണസിയിൽ എത്തിച്ചേർന്നത്. അത് വ്രതദിവസമാണല്ലോ, മാഘത്തിലെ ചതുർത്ഥി ദിവസം വിശേഷമായിട്ടുള്ള ദിവസമാണ്. അവൾ കാശിയിൽ പോയിട്ട് ഭഗവാനെ കണ്ടിട്ട് മന്ദാരം, വന്യയുടെ ഇല, കറുകപ്പുല്ല്, പൂക്കൾ ഇതൊക്കെ കൊണ്ട് ഭഗവാനെ അർച്ചന കഴിപ്പിച്ചു. തികഞ്ഞ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആരാധിച്ചിട്ട് ഒരു സൽപുത്രനുണ്ടാവണം എന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. വിനായകൻ്റെ രൂപത്തിൽ അവതരിച്ചിട്ടുള്ള ആ ദേവൻ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്ന് കീർത്തി പറഞ്ഞു. എൻ്റെ ഒപ്പമുള്ള പത്നി വിഷം കൊടുത്തിട്ട് കൊന്ന ക്ഷിപ്രപ്രസാദൻ എന്ന് പറയണ എൻ്റെ കുഞ്ഞിനെ ജീവിപ്പിച്ച് തന്നത് അവിടുന്ന് തന്നെയല്ലേ എന്ന് നന്ദിയോട് കൂടിയിട്ട് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ഇനി തനിക്കും തൻ്റെ മകനും അങ്ങയിൽ അചഞ്ചല ഭക്തി വേണമെന്നും പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ ഉണ്ടാവുന്ന ഭഗവാന്റെ അശരീരി ഉണ്ടായി. ആ മകൻ ധാരാളം യാഗം ചെയ്ത് യശസ് നേടും. എൻ്റെ ഭക്തനായിട്ടുള്ള അവൻ അനവധി കാലം രാജ്യം ഭരിക്കും. അതേപോലെ തന്നെ സാമദാന ദണ്ഡഭേദരൂപമായിട്ടുള്ള 4 രാജനീതികളെയും ആവശ്യാനുസരണം പ്രയോഗിച്ചിട്ട് അവൻ ജനങ്ങളെ അനുനയിപ്പിച്ച് ഭരിക്കും എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന മഴു അവൻ ആയുധമായിട്ട് ഭഗവാൻ കൊടുത്തു. ഇങ്ങനെ വരം ലഭിച്ചിട്ടുള്ള കീർത്തി പുത്രനായിട്ടുള്ള ആ ക്ഷിപ്രപ്രസാദൻ്റെ ഒപ്പം അന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം സ്വന്തം നാട്ടിലേക്ക് പോയി. കാശിയിൽ നിന്ന് അവരുടെ സ്വന്തം നഗരം അവരെ എതിരേൽക്കാനായിട്ട് അവർ വരേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് വലിയ ആഘോഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സൈന്യം തന്നെ വന്ന് എതിരേറ്റ് കർണപുരം എന്നു പേരുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ നഗരത്തിലേക്ക് അവർ
കയറുമ്പോൾ ഡുണ്ഠിയുടെ നാമം ജപിച്ചിട്ടാണ് അവർ നഗരത്തിൽ പോയത്. കീർത്തി ഉണ്ടായ സംഭവമൊക്കെ ആ രാജാവിനോട് പറഞ്ഞു, പ്രിയവ്രതനോട്. എല്ലാവരും സന്തുഷ്ടരായി. രാജദമ്പതികൾ ജനങ്ങൾക്ക് ധാരാളം ദാനം ചെയ്തു. അതിനുശേഷം മകനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി. തനിക്ക് ജീവിതം തിരിച്ചു തന്ന ആ ഭഗവാനെ മനസ്സ് നിറഞ്ഞ് പൂജിക്കാൻ ആ രാജകുമാരൻ മറന്നില്ല. നന്നായി പൂജിച്ചു. മന്ദാര പുഷ്പങ്ങളും ശമിയും ഒക്കെ കൊണ്ട്, കറുകയൊക്കെ കൊണ്ട് പൂജ. അങ്ങനെ ആ ക്ഷിപ്രപ്രസാദനൻ രാജ്യഭാരം ഏറ്റെടുത്ത് അനവധി കാലം രാജ്യം ഭരിച്ച് അവസാനം സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. പുത്രനുണ്ടാവുകയും ദാനകർമ്മങ്ങൾ ചെയ്യുകയും തൻ്റെ കീർത്തി 3 ലോകത്തിലും വ്യാപിപ്പിച്ചിട്ട് ആ രാജാവ് എല്ലാവർക്കും മാതൃകാപുരുഷനായിട്ടാണ് അത്രേ ഭൂമിയിൽ നിന്ന് പോയത്. സ്വന്തം മകനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടാണ് ക്ഷിപ്രപ്രസാദനൻ ശരീരം വെടിഞ്ഞതെന്ന് പറയുന്നു പുരാണം. അങ്ങനെ ഭഗവാന്റെ പ്രഭാവത്തിനെ പറ്റിയിട്ടുള്ള കഥകൾ ബ്രഹ്മദേവൻ നാരദനും, നാരദനിൽ നിന്നും മുദ്ഗല മഹർഷിയും, മുദ്ഗല മഹർഷിയിൽ നിന്ന് കാശിരാജാവും മനസ്സിലാക്കി. പക്ഷേ എവിടെയാ ഗണപതി ഭഗവാന്റെ ലോകം എന്ന് പറയണത്? നമ്മൾ വൈകുണ്ഠം, അതുപോലെ കൈലാസം എന്നൊക്കെ പറഞ്ഞ മാതിരി ഗണേശൻ്റെ ലോകമുണ്ട്. അതെവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ആ ലോകത്തിനെ ഒരിക്കൽ വിമാനത്തിൽ സഞ്ചരിക്കുന്ന കാശിരാജാവ് കണ്ണുകൾ കൊണ്ട്, മനുഷ്യ കണ്ണുകൊണ്ട് കണ്ട് സാക്ഷാത്കരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് കരിമ്പ് നീരിൻ്റെ സമുദ്രമാണെന്നാണ്. ആണ് ഇക്ഷു സമുദ്രം. സഹസ്രനാമത്തിൽ വരുമല്ലോ, ഇക്ഷു സമുദ്രത്തിലിരിക്കണമെന്ന്. കരിമ്പ് നീര് കൊണ്ടുള്ള സമുദ്രം ഉണ്ട്. മഹാപ്രളയത്തിൻ്റെ സമയത്ത് പോലും അത് ഭഗവാൻ ഉറങ്ങുന്ന സ്ഥലമായിട്ടിരിക്കുന്നു. കൽപ്പവൃക്ഷമാണ് അവിടെ മുഴുവൻ. ചുരുക്കത്തിൽ ഭഗവാന്റെ ലോകത്തിൻ്റെ മഹത്വം വർണ്ണനാതീതാണെന്ന് പറഞ്ഞിട്ട് ഇനി വരുന്ന അധ്യായത്തിൽ ഗണേശലോകത്തിൻ്റെ വർണ്ണന പറയണം. അത് നമുക്കൊന്ന് ചുരുക്കി കേൾക്കാം. വ്യാസമഹർഷി ബ്രഹ്മദേവനോട് ചോദിക്കുന്നു, കാശിരാജാവ് എങ്ങനെയാണ് ഗണപതി ഭഗവാന്റെ ലോകം കണ്ടത്? മുദ്ഗല മഹർഷിക്ക് ആ കാര്യം എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ ബ്രഹ്മദേവൻ പറയും, തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടിട്ടുള്ള വഴി മുദ്ഗലൻ വഴിയിൽ വെച്ചിട്ട് കാശിരാജാവിനെ കണ്ടു. രാജാവ് മഹർഷിയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഗണപതി ഭഗവാന്റെ ലോകത്തേക്ക് ആർക്കാണ് പ്രവേശനം കിട്ടുക? എനിക്കവിടെ പോകാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുക ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, ഗണപതി ഭഗവാന്റെ ലോകത്തിനെ സ്വാനന്ദഭുവനെന്നും നിജലോകമെന്നും പറയും. അതായത് യഥാർത്ഥത്തിലുള്ള ഒരേ ഒരു ലോകം എന്നുള്ള അർത്ഥത്തിലാണ് നിജലോകം എന്ന് പറയുന്നത്. സ്വാനന്ദഭുവൻ എന്ന് പറയുന്നത് ആത്മാനന്ദം അനുഭവിക്കാനുള്ള സ്ഥലം എന്ന അർത്ഥത്തിലും. എന്നിട്ട് പറയും, ദേവാന്തകനെന്നും നരാന്തകനെന്നും പേരുള്ള 2 അസുരന്മാരുണ്ടാകും. ബാലരൂപത്തിലിരിക്കുന്ന കാലത്ത് അത്ഭുതപരാക്രമം കാണിക്കണ ഗണപതി ഭഗവാന്റെ അവതാരം അന്ന് മനുഷ്യരുടെ രക്ഷയ്ക്കെത്തും. ഇപ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. ഇത് പണ്ട് പറഞ്ഞ കഥയാണ് പറയണത്. ഭഗവാൻ ഇങ്ങനെ ജനിക്കും. അന്ന് ഭക്തിമാനായിട്ടുള്ള ശുക്ലൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ്റെ ഭവനത്തിൽ ഭഗവാൻ ഭിക്ഷ സ്വീകരിക്കാൻ എത്തുമ്പോൾ ആ ദരിദ്രന് ഇന്ദ്രതുല്യമായിട്ടുള്ള സമ്പത്ത് കൊടുക്കും. കാശിരാജാവ് വിവാഹകർമ്മം നടത്തിക്കാനായിട്ട് ആ കുട്ടിയായിട്ടുള്ള ഗണപതിയെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവും. അങ്ങനെ കാശിയിലെത്തുന്ന ഗണപതി രാജാവിന് തൻ്റെ ലോകത്തെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് പ്രവചിച്ചിട്ടുണ്ട് അത്ര മുദ്ഗല മഹർഷി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ വിനായകൻ അവതരിച്ചു. കശ്യപൻ്റെ ഗൃഹത്തിലൊരു ബാലനായിട്ട് കുസൃതി കാണിച്ചുകൊണ്ട് ശത്രുനിഗ്രഹം ചെയ്തുകൊണ്ട് കാലം കഴിച്ചു. കാശിരാജാവ് വിവാഹകർമ്മം നടത്താൻ ക്ഷണിച്ചപ്പോൾ കാശിയിലേക്ക് പോയി. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, അതിനെ ഒന്ന് ചുരുക്കുകയാണ്. ദേവാന്തകൻ നരാന്തകൻ എന്നുള്ള 2 അസുരന്മാരെ നിഗ്രഹിച്ചു. ഇത്ര നേരം നിഗ്രഹമായിട്ടില്ല, പക്ഷേ ഇവിടെ പറയുന്നത് നിഗ്രഹിച്ചു. വിനായകനിൽ തികഞ്ഞ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ലോകം കിട്ടുള്ളൂ. കാശിരാജാവ് മനുഷ്യനായിട്ട് പിറന്നിട്ടുള്ള ആ ശരീരത്തോടു കൂടി തന്നെ സ്വാനന്ദഭുവനം എന്ന് പറയുന്ന ആ വിനായക ലോകത്തിൽ ചെന്നു ചേരാനാണ് ആഗ്രഹിച്ചത്. അവിടെ എത്തിയാൽ പിന്നെ പുനർജനിക്കില്ല, ആത്യന്തികമായിട്ട് അതും മോക്ഷമാണ്. അപ്പോൾ ആ ലോകത്തിൻ്റെ രൂപം എങ്ങനെയാണ് മഹർഷിയെ അത് പറഞ്ഞു തരണമെന്ന് രാജാവ് മുദ്ഗല മഹർഷിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവിടെ കാമദായിനിയായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കണ പീഠത്തിൽ വിനായകൻ ഉപവിഷ്ടനായിട്ടിരിക്കുന്നു. 5000 യോജന വിസ്തീർണമാണ് ആ ലോകത്തിനുള്ളത്. അപ്പോൾ 5000നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 13 കിലോമീറ്റർ. അപ്പോൾ അത്രയും കിലോമീറ്ററാണ് അവിടെ അത് വരിക. അങ്ങനെ രത്നം, സ്വർണം ഇതൊക്കെ നിറഞ്ഞ പ്രദേശം, എല്ലായിടത്തും പ്രകാശം. കരിമ്പിൻ്റെ സമുദ്രമാണ് ആ പ്രദേശത്തിന് ചുറ്റും കാണുന്നത്. അമൃതിൻ്റെ സമുദ്രത്തിൻ്റെ നടുക്കാണ് ദേവിയുടെ ചിന്താമണി ഗൃഹം ഇരിക്കുന്നത്, അല്ലേ? സുധാസിന്ധോർ മധ്യേ സുരവിടവിവാടി പരിവ്രതേ നിബോപവനമതി ചിന്താമണി ഗൃഹേ എന്നാണ് ശ്രീചക്രത്തിൻ്റെ സ്ട്രക്ചർ. ഇവിടെ ഭഗവാന്റെ ഇക്ഷു സമുദ്രത്തിൻ്റെ മധ്യത്തിലാണ് ഗണേശൻ്റെ ലോകം. കരിമ്പ് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഭഗവാന്റെ ലോകം. അവിടെ ഭാര്യമാരോടൊപ്പം സിദ്ധിയോടും ബുദ്ധിയോടും കൂടിയിട്ട് വിഹരിക്കണ ഭഗവാനെ കാണാം. അനവധി ദിവ്യവസ്തുക്കൾ, ഗൃഹങ്ങൾ,
പൂന്തോട്ടങ്ങൾ, തീർത്ഥങ്ങൾ, ക്ഷേത്രങ്ങൾ, പുണ്യസങ്കേതങ്ങൾ, താമരപ്പൊയ്കകൾ എല്ലാം ഉണ്ട്. അവിടെ തണുപ്പില്ല, ചൂടുമില്ല, നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥ. അവിടെ ആർക്കും വാർദ്ധക്യമില്ല, നരക്കില്ല, മുടി വിശപ്പുണ്ടാവില്ല, ദാഹമില്ല, ദുഃഖമില്ല, ആനന്ദം ആനന്ദം ആനന്ദം, ബ്രഹ്മാനന്ദം മാത്രം. അതൊക്കെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ സ്ഥലത്താണ് ഭഗവാൻ താമസിക്കുന്നത്. കാശിരാജാവ് അവിടേക്ക് അത്രേ പോയത്. വ്യാസൻ ചോദിക്കുക, അല്ലയോ ബ്രഹ്മദേവ, എങ്ങനെയാണ് കാശിരാജാവ് ഭഗവാനെ ആരാധിച്ചത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പോലുള്ള മജ്ജിയും രക്തവും അസ്ഥിയും മാംസമുള്ള ശരീരം വെച്ചിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ സാധിച്ചത് ചോദിക്കും. അപ്പോൾ ബ്രഹ്മാവ് പറയും, അതൊരു പഴയ കഥയാണ്, ഞാൻ പറയാം. സ്വാനന്ദഭുവനം എന്നു പേരുള്ള ഗണേശലോകത്തേക്കാണ് പണ്ട് കാശിരാജാവ് പോയത്. ഉദ്ഗലൻ എന്ന് പറയുന്ന മഹർഷിയിൽ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള അറിവും കാര്യങ്ങളും യോഗ്യതയൊക്കെ രാജാവ് സമ്പാദിച്ചത്. വെറുതെ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ എത്താമെന്ന് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അവിടെ എത്തിച്ചേരാനുള്ള യോഗ്യത വേണം, അല്ലേ? ഡിസർവ് ചെയ്യണം, നമ്മൾ അർഹതയുണ്ടാവണം അവിടെ എത്തിച്ചേരാൻ. അപ്പോൾ അതും രാജാവ് സമ്പാദിച്ചത് ആ മഹർഷിയെ എന്താ പറയുക, സേവിച്ചിട്ടാണ്. പശുക്കളെ ദാനം ചെയ്തും ആന, കുതിര തുടങ്ങിയവയൊക്കെ കൊടുത്തിട്ടും അദ്ദേഹം അനവധി ദാനം ചെയ്തു. വിനായകൻ്റെ ഭക്തന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഗണപതിയുടെ പ്രീതിക്കായിട്ട് സാധുക്കൾക്ക് നിത്യവും അന്നദാനവും വസ്ത്രദാനവും ഒക്കെ നൽകി ഭഗവാനെ ആരാധിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹം അന്നദാനമൊക്കെ ചെയ്തു, വസ്ത്രം കൊടുത്തു, പശുക്കളെ കൊടുത്തു. ഭഗവാനിൽ ഉറച്ച ഭക്തി തരണേന്ന് മാത്രമാണ് എല്ലാവരോടും പ്രാർത്ഥിച്ചത്. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ചതുർദശി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപിച്ച് തപസ് ചെയ്ത് ആ ഭഗവാനെ ആരാധിച്ചു. മാത്രമല്ല സുഹൃത്തുക്കളെയും മറ്റ് ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി ഭഗവാനെ ആരാധിക്കാൻ അവരെയും എൻകറേജ് ചെയ്തു, പ്രേരിപ്പിച്ചു. അവർക്കും ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ കൊണ്ടും വ്രതങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു, അവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തു. മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാൻ തുടങ്ങി, ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വൈകാണ്ട വിമാനം അയക്കും എന്ന് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. ഉചിതമായിട്ടുള്ള കാലം വന്നപ്പോൾ ഗണപതി ഭഗവാൻ ദൂതന്മാരെ വിളിച്ചിട്ട് വിമാനവുമായിട്ട് കാശിരാജാവിനെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. 2 കിങ്കരന്മാരെ വിളിച്ചു, പ്രമോദനും ആമോദനും. അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, അവനൊരു സങ്കടവും ഇല്ലാത്ത വിധത്തിൽ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവനെ സസുഖം വിമാനത്തിൽ കയറ്റി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. അങ്ങനെ പ്രമോദനും ആമോദനും വിമാനവുമായിട്ട് കാശിയിൽ വന്ന് രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വിമാനം വരണ കണ്ടപ്പോൾ തന്നെ കാശിയിലെ നഗരവാസികൾ വളർന്നു പോയി. കാരണം തീ പോലെ ചുട്ടുപഴുപ്പിച്ച സ്വർണം പോലെ ഒരു വലിയ വസ്തു കാശി നഗരത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഏതോ ഒരു തേജോകോളം ഭൂമിയിലേക്ക് വരണമായിട്ട് ആദ്യം ദൂരത്തുനിന്ന് ഒരു വെളിച്ചം കണ്ടു. പിന്നെ അതൊരു വലിയ തീക്കട്ട പോലെയായി വലുതായി 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 വന്നിട്ട് നഗരത്തിൻ്റെ മുകളിൽ വന്നപ്പോഴാണ് ചുട്ടുപഴുപ്പിച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ നിറമുള്ളൊരു വലിയ വിമാനം അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ചിലർ വിചാരിച്ചു പ്രളയകാലത്തെ അഗ്നി വന്ന് പതിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചു. ചിലർ പറഞ്ഞു അല്ല, സൂര്യമണ്ഡലം പൊട്ടി വീഴുകയാണെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഒന്നും പൊട്ടി വീണില്ല. ഈ വിമാനം നഗരത്തിൻ്റെ മുകളിൽ വന്ന് നിന്നു. ആ സമയത്ത് മണിനാദം, പെരുമ്പറ, ശംഖനാദം ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. കാരണം ഭഗവാന്റെ പാർഷദന്മാർ ആ വരവറിയിച്ചു കൊണ്ടിട്ട് ഈ വിമാനത്തിൻ്റെ എല്ലാ കവാടങ്ങളിലും വന്നിട്ട് ശംഖും പെരുമ്പറയും ഒക്കെ മുഴക്കാൻ തുടങ്ങി. കാശിരാജാവ് തൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. കൊട്ടാരത്തിൻ്റെ ആകാശത്തേക്ക് നോക്കി അത്ഭുതമായി. താൻ പ്രതീക്ഷിച്ച് നിന്ന വിമാനം ഇതല്ലേ? നോക്കുമ്പോൾ അതിൽ ഗണപതി ഭഗവാന്റെ ചിഹ്നങ്ങൾ കൊത്തിയിരിക്കണം കണ്ടു. അപ്പോൾ മനസ്സിലായി, ഓ ഈ എയർക്രാഫ്റ്റ് ഭഗവാന്റെ തന്നെയാണ്. സ്വസ്തികം തുടങ്ങിയിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഭഗവാന്റെ, അതൊക്കെ കൊത്തിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ 2 കിങ്കരന്മാരും രാജാവിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഭഗവാൻ വിളിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അങ്ങേ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണു പറഞ്ഞു. 3 ലോകത്തിലും വെച്ചിട്ട് അവിടുന്നാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ. അങ്ങേക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം വരാനുള്ള കാരണം ഞാൻ പറയാം. നിങ്ങൾ അങ്ങ് ഭഗവാനെ അത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയിട്ട് പൂജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വിമാനത്തിൽ കയറൂ, അവിടുന്ന് വിമാനത്തിൽ കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് വിനയം കൊണ്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ 2 പേരും കയറിയതിന് ശേഷം ഞാൻ പുറകെ കയറിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഗണേശ കിങ്കരന്മാർ കയറട്ടെ എന്ന് രാജാവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ കിങ്കരന്മാർക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ മതിപ്പായി. സാധാരണ എന്താ വെച്ചാൽ നമ്മളൊരു വലിയൊരാളെ കാണാൻ പോകുമ്പോൾ ആ ആളുടെ 2 സർവൻസ് നമ്മളെ വിളിക്കാൻ വരുമ്പോൾ ആ സർവൻസിനോട് നമ്മൾ സർവൻസിനെ പോലെ പെരുമാറും. അത് നമ്മുടെ അഹങ്കാരമാണ്. പക്ഷേ ഈ കാശിരാജാവ് ഗണപതി ഭഗവാന്റെ പരിചാരകരെ ഗണപതി ഭഗവാനെ പോലെ തന്നെ ആദരിച്ചു എന്നുള്ളതാണ്. അത് കണ്ടപ്പോൾ ഗണപതി ഭഗവാന്റെ പരിചാരകർക്ക് പോലും വലിയ മതിപ്പുണ്ടായി എന്നാ പറയണം. അങ്ങനെ രാജാവ് ഇവരുടെ കൈ പിടിച്ച് വിമാനത്തിലേക്ക് കയറി. ആ യാത്രയുടെ ഇടയിൽ രാജാവ് അന്നേ വരെ കണ്ടിട്ടില്ലാത്ത പല ലോകങ്ങളും പ്രദേശങ്ങളും കണ്ടു. ഇന്നേ വരെ
ആ റൂട്ടിൽ മൂപ്പര് സഞ്ചരിച്ചിട്ടില്ല. അപ്പോൾ പുതിയ ലോകങ്ങളൊക്കെ കണ്ടു. പാപം ചെയ്ത ആളുകൾ വസിക്കണ നരകതുല്യമായിട്ടുള്ള ലോകങ്ങളൊക്കെ താഴെ കണ്ടു. വികൃത രൂപത്തിലുള്ളവർ, തലകീഴായിട്ട് നിൽക്കുന്ന ആൾക്കാർ, കാല് മേൽപോട്ടാക്കിയിട്ട് നിൽക്കുന്നവർ, ഇങ്ങനെ പലതരത്തിൽ കെട്ടിത്തൂക്കിയിടപ്പെട്ടിട്ടും ഭൂമിയിൽ കുത്തി നിർത്തിയ രൂപത്തിലൊക്കെ കണ്ടു. ചിലരുടെ മുഖം അരയുടെ അവിടെയായിരുന്നു, ചിലരുടെ കണ്ണുകൾ തലയുടെ മുകളിലായിരുന്നു, നേരിയ കഴുത്ത് തടിച്ച വയറുള്ള ആൾക്കാരെ കണ്ടു. ഇങ്ങനെ ദുഃഖിക്കുന്ന അനവധി ആത്മാക്കളെ കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, ഈ ലോകം ഏതാ എന്ന് ഗണേശ കിങ്കരന്മാരോട് ചോദിച്ചു. വിചിത്രമായിട്ട് കാണപ്പെടുന്ന ഈ ലോകം ഭൂതപ്രേത പിശാചുക്കളുടേതാണെന്ന് ദൂതന്മാർ രാജാവിനോട് പറഞ്ഞു. പരനിന്ദ, മറ്റുള്ളവരെ കുറ്റം പറയുക, അപമാനിക്കുക, കുറ്റം പറയുക, മോഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യണവരെത്തിപ്പെടുന്ന ലോകമാണിത്. അവിടെ വിവിധ രൂപത്തിൽ മനുഷ്യർ മാറും. അങ്ങനെ ഉച്ചീലിക്ക് ഉയർന്നിട്ടുള്ള മുടിയും വായിന്ന് പുറത്തേക്ക് തൂങ്ങിക്കിടക്കണ നാക്കും ക്രൂരമായിട്ടുള്ള ശബ്ദമുള്ളവരും ഇവിടെയുണ്ട്. അവർക്ക് നാക്ക് അങ്ങനെ പുറത്ത് കിടക്കണമെന്ന് മാത്രമല്ല, അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. നാക്കിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് രുചിയോട് കൂടിയിട്ട് ഒന്നും എടുത്തിട്ട് ചുരുട്ടി കഴിക്കാൻ പറ്റില്ല. കാരണം നാക്കിന് അകത്തേക്ക് എടുക്കാനുള്ള ശേഷിയില്ല. അങ്ങനെ നരകിക്കുന്നവർ. ഈ വിധത്തിലൊക്കെ അനവധി ശിക്ഷകൾ കിട്ടിയിട്ടുള്ളവരെ കാണുന്നു. അതേപോലെ തന്നെ വേദത്തിൻ്റെ വൈദിക ക്രിയകൾ, പൂജകൾ, ഇതൊക്കെ മുടക്കിയിട്ടുള്ള ആൾക്കാരുടെ ലോകം കണ്ടു. അതിൻ്റെ അപ്പുറത്ത് ഗന്ധർവലോകം രാജാവ് കണ്ടു. അവിടെ മുഴുവൻ സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഏത് നേരവും അവിടെ പാട്ട് കച്ചേരിയും ഡിസ്കോയും ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗന്ധർവലോകത്ത്. അവിടെ എന്നും ഗന്ധർവന്മാർ സംഗീതത്തിൻ്റെ ദേവന്മാരാണല്ലോ. അതുകൊണ്ട് അവിടെ എന്നും കലാകാരന്മാരുടെയും പാട്ടുകാരുടെയും സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവരൊക്കെ വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഇതൊക്കെ ചുരുക്കിയാണ് പറയണത്. വലിയ വിസ്തരിച്ച് വർണ്ണനയാണ് ഈ ലോകങ്ങളുടെ വർണ്ണന. ദൂതന്മാർ പറഞ്ഞു, ഈ ഗന്ധർവ നഗരത്തിൽ എത്താൻ പുണ്യം ചെയ്യണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗന്ധർവ നഗരം എന്നുള്ള വാക്ക്. യഥാർത്ഥ ഗന്ധർവ നഗരം എങ്ങനെ ഇരിക്കുന്നു ഗണേശപുരാണം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഗന്ധർവന്മാരാണ് അവരോഹണക്രമത്തിലുള്ള സ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയത്. സാ നീ ധ പ, താഴേക്ക് ശിവൻ അതിനെ തിരിച്ചിട്ടു. ഭഗവാനാണ് അതിനെ ആരോഹണക്രമത്തിലാക്കിയത്. മഹാദേവനാണ് നമുക്ക് സപ്തസ്വരങ്ങളെ തന്നത്. ആദ്യം 2 സ്വരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, മധ്യമം പഞ്ചമം. മ പ. സാമവേദം മുഴുവൻ മധ്യമത്തിലും പഞ്ചമത്തിലാണ് പോണത്. ശിവനാണ് അതിൻ്റെ മുകളിലേക്കും താഴേക്കും സ രീ ഗ ധ നീ സ ഇതൊക്കെ ഭഗവാൻ ചേർത്തതാണ്. ഭഗവാൻ തന്നതല്ലാണ്ട് ഒന്നും മനുഷ്യനില്ല. നൃത്തമാവട്ടെ, മുദ്രയാവട്ടെ, ആയുർവേദമാവട്ടെ, ജ്യോതിഷാവട്ടെ, മന്ത്രമാവട്ടെ, തന്ത്രമാവട്ടെ, സദാചാരമാവട്ടെ, ഗാർഹസ്ഥ്യമാവട്ടെ, എന്തു നോക്കൂ. എന്തിന് വിവാഹം പോലും, വിവാഹമെന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു മംഗളകരമായിട്ടുള്ളൊരു രീതിയിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള പദ്ധതി ഏർപ്പെടുത്തിയതേ മഹാദേവനാണെന്ന്. ഒരു കുടുംബം എന്ന് പറയുന്ന സങ്കല്പം പ്രപഞ്ചത്തിൽ ആദ്യം കൊണ്ടുവരുന്ന ഭഗവാനാണെന്നാണ്. സിവിലൈസേഷന്, സംസ്കാരത്തിന് ശിവൻ്റെ സംഭാവന എന്ന് പറഞ്ഞാൽ അത്രമാത്രം. ഭാഷാശാസ്ത്രത്തിന് എന്തിനൊക്കെയാണ് ഭഗവാൻ സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് മഹാഗുരു, ആദിഗുരു, ലോകഗുരു എന്നൊക്കെ വിളിക്കണം. അങ്ങനെ ഇതെല്ലാം പോരാണ്ട് ശുദ്ധ ബ്രഹ്മജ്ഞാനം. അങ്ങനെ ആ ഗന്ധർവ നഗരത്തിലെത്താൻ പുണ്യം ചെയ്യണം. കാരണം ഗന്ധർവന്മാർ ദേവലോകത്ത് ഗായകന്മാരായിട്ട് സേവനം ചെയ്യണവരാണ്. സിദ്ധചാരണ യക്ഷന്മാരുടെ ലോകവും അതേപോലെ പുണ്യം ചെയ്തവർക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ. പക്ഷെ അതും കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഇന്ദ്രൻ്റെ അമരാവതി കണ്ടു. യാഗം ചെയ്ത പുണ്യമുണ്ടെങ്കിൽ ഉള്ളവർക്കാണ് അമരാവതിയിലെത്താൻ പറ്റുള്ളൂ. അത് കണ്ടിട്ട് രാജാവ് ഇന്നേ വരെ പറഞ്ഞ് മാത്രം കേട്ടിട്ടുള്ള ഇന്ദ്രൻ്റെ ആ രാജധാനി ആകാശത്തുനിന്ന് ജനലിൽ കൂടെ ഇങ്ങനെ കണ്ടു. ഇങ്ങനെ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. ആ ഇന്ദ്രൻ്റെ ലോകം കണ്ടു. അത് കണ്ടതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് തൻ്റെ സന്തോഷമൊക്കെ വെളിവാക്കി. അത് കഴിഞ്ഞ് അഗ്നിയുടെ ലോകം കണ്ടു. നമ്മൾ അമരാവതി കിഴക്കാണ്, അഗ്നിയുടെ ലോകം തെക്ക് കിഴക്കാണ്. അതിനെ തേജോവതി എന്നാണ് പറയുക, അഗ്നിയുടെ ലോകത്തിനെ. അത് കണ്ടു. അത് കഴിഞ്ഞ് യമൻ്റെ ലോകം കണ്ടു തെക്ക് വശത്ത്. യമൻ്റെ ലോകത്തിൻ്റെ പേരാണ് സംയമനി. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. സംയമിനി. സംയമിനി എന്ന് പറയുന്നത് യമൻ്റെ പുരി കണ്ടു. അവിടെ കുംഭീഭാഗം, അസിപത്രകം തുടങ്ങിയിട്ടുള്ള നരകങ്ങളെ കണ്ടു. അതേസമയം പുണ്യം ചെയ്തവർക്ക് കുബേരഭവനത്തിന് തുല്യമായിട്ടുള്ള റിസോർട്ടുകളും പണിത് വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് കുറച്ച് പുണ്യമൊക്കെ ചെയ്തിട്ട് വന്നവർക്ക് ആദ്യത്തെ കുറച്ച് ദിവസം അവിടെ താമസിച്ചിട്ട് പിന്നെയാണ് നരകത്തിൽ കൊണ്ട് തള്ളുക. അപ്പോൾ യമലോകത്ത് മുഴുവൻ മോശപ്പെട്ട സ്ഥലങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ദിവസമൊക്കെ പുണ്യം, ആ ചെറിയ പുണ്യമൊക്കെ അനുഭവിക്കാൻ, അതിന് സ്വർഗത്തേക്കൊന്നും വിടില്ല. ഇവിടെ നിന്ന് അനുഭവിച്ച് വിടാനുള്ള ചെറിയ റിസോർട്ടുകളൊക്കെ കൂനൂര്, ഊട്ടി എത്തണ്ട, കൂനൂര് തലത്തിൽ നിർത്തിയിട്ടുള്ള കളി. അപ്പോൾ അതുപോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം
വരുണൻ്റെ ലോകം കണ്ടു. അവിടെ ദാനം ചെയ്തവർക്ക് സുഖമനുഭവിക്കാനുള്ള ലോകമാണ് വരുണൻ്റെ ലോകം. അതിനുശേഷം വായുവിൻ്റെ ലോകം വടക്കേ പടിഞ്ഞാറേ ഭാഗത്ത്, അത് കണ്ടു. അവിടെ സുഖിക്കുന്നവരെ കണ്ടു. ജീവിതകാലത്ത് മറ്റുള്ളവർക്ക് ശരീരത്തിന് സുഖം ഉണ്ടാക്കണ കാര്യങ്ങൾ പുരാണം പറയണത് വീശറിയും അതുമാതിരി കഴിക്കാനുള്ള വ്യഞ്ജനങ്ങൾ, നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കൊടുക്കുന്ന ദാനം ചെയ്യണവർക്കാണ് വായുവിൻ്റെ ലോകം കിട്ടുക എന്നാണ് പറയണത്. അന്ന് ഫാനൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വിധത്തിലാണ് പറയണത്. പിന്നെ സൂര്യൻ്റെ ലോകം കണ്ടു. അവിടെ സാധാരണ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല, സൂര്യനെ ഉപാസിക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ചന്ദ്രൻ്റെ ലോകം കണ്ടു. അവിടെ സോമയാഗം ചെയ്തിട്ടുള്ള, അതിരാത്രം സോമയാഗം തുടങ്ങിയിട്ടുള്ള അഗ്നിഷ്ടോമാദികൾ ചെയ്തിട്ടുള്ള, സോമരസം കൊണ്ട് ആഹുതി ചെയ്തിട്ടുള്ളവർക്കുള്ള ലോകമാണത്. അതിനുശേഷം ഗോലോകം, വൈകുണ്ഠം, ഇങ്ങനെ ഓരോന്നായിട്ട് കാണുകയാണ്. ആ വൈകുണ്ഠം കണ്ടപ്പോൾ അദ്ദേഹത്തിന് കണ്ണിന്ന് അശ്രുക്കൾ വന്നു. എല്ലാ ലോകങ്ങളിലും വെച്ചിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വൈകുണ്ഠം കണ്ടപ്പോൾ 5000-ൽ പരം യോജന വിസ്തീർണം, മഹാലക്ഷ്മിയും പരിവാരങ്ങളും ജീവിക്കുന്ന സമയം ചെലവഴിക്കുന്ന സ്ഥലം. അതിനുശേഷം അത്യുത്തുംഗമായിട്ടുള്ള കൈലാസപർവ്വതം കണ്ടു. അവിടെ പഞ്ചാക്ഷര ജപം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂതഗണങ്ങളെ കണ്ടു. ഭഗവാന്റെ ശിവൻ്റെ അതേ രൂപമുള്ള ശിവഭക്തരെയും കണ്ടു. ഇങ്ങനെ ദേവലോകങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം അതിനുശേഷം അദ്ദേഹം സ്വാനന്ദഭുവനം എന്ന് പറയണ ആ ഗണപതി ഭഗവാന്റെ ആ ലോകത്തിനെയും കണ്ടു. കോടിസൂര്യ സമപ്രഭമായിട്ടുള്ള ആ നഗരം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭക്തി കൊണ്ട് അശ്രുക്കൾ പൊഴിഞ്ഞു. മനോഹരമായിട്ടുള്ള ഗൃഹങ്ങൾ, രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളും കിണറും കുളവും പൊയ്കകളും ഒക്കെ കണ്ടു. ഇത്രയും ശുദ്ധമായിട്ടുള്ള ജലം അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടില്ല. പുറത്തിറങ്ങി ആ ശ്വാസം എടുത്തപ്പോൾ തന്നെ ലങ്സൊക്കെ ഇങ്ങനെ നിറയണ വിധത്തിൽ നല്ല സുഖമുള്ള വായു, ശുദ്ധമായിട്ടുള്ള വായു, ഭൂമിയിൽ ഒരിക്കലും നമുക്ക് ശ്വസിക്കാൻ കിട്ടാത്ത അത്രയ്ക്കും ശുദ്ധിയുള്ള വായു അദ്ദേഹം ശ്വസിച്ചു. അവിടുത്തെ ജലം കുടിച്ചു കഴിഞ്ഞാൽ ജരാനരകൾ ബാധിക്കില്ല എന്ന് പാർഷദന്മാരപ്പോൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ആ പുഷ്പവനം എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനം കണ്ടു. അവിടുത്തെ വായു അവിടെയുള്ളവരുടെ ക്ഷീണം അകറ്റണം. അവിടെ ആർക്കും ക്ഷീണം എന്നൊന്നില്ല. ആ കരിമ്പിൻ്റെ നീരുള്ള കടലിൽ നിന്ന് അടിച്ചു വരുന്ന കാറ്റ് എല്ലാവർക്കും കുളിർമയെ കൊടുക്കണം. ഇക്ഷുരസം നിറഞ്ഞിട്ടുള്ള ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ 1000 ഇതളുള്ള ഒരു വെള്ള താമരപ്പൂ കണ്ടു. അതിൻ്റെ നടുക്ക് ഭഗവാൻ ഇരിക്കണ സിംഹാസനമാകണ കട്ടിലും കണ്ടു. ദിവ്യമായിട്ടുള്ള വിരിപ്പുകളും ദിവ്യഗന്ധങ്ങളും കുസുമങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ആ സിംഹാസനത്തിൻ്റെ ചുറ്റുവട്ടം കണ്ടു. അവിടെ ഭഗവാനെയും കണ്ടു. ചുറ്റും ചാമരങ്ങളൊക്കെ വീശപ്പെട്ടവനായിട്ട് ആ ഗണപതി ഭഗവാൻ അവിടെ ഇരിക്കുന്നു. ആ ഭഗവാന്റെ രൂപം മനസ്സിൽ നന്നായിട്ട് ധ്യാനിക്കുക. കോടിചന്ദ്രൻ്റെ പ്രഭ, സർപ്പഭൂഷണം, നല്ല വാഴപ്പിണ്ടി പോലെ മനോഹരമായിട്ടുള്ള നല്ല മിനുത്ത തുമ്പിക്കൈ, കൊമ്പ്, നെറ്റിയിൽ കണ്ണ്, കുണ്ഡലം, തോൾവള, അരപ്പട്ട, ഭാര്യമാരായിട്ടുള്ള സിദ്ധിയും ബുദ്ധിയും, അനവധി സുഗന്ധങ്ങളും അനുലേപനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തേച്ചിരിക്കുന്നു. ദേവൻ കരുണയോട് കൂടിയിട്ട് രാജാവിനെ നോക്കി. ദൂതന്മാർ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ കൽപ്പന പ്രകാരം ഇതാ കാശിരാജാവിനെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അവർ വായ പൊത്തി ഓച്ഛാനിച്ചിട്ട് മാറി നിന്നു. ഭഗവാന്റെ കാഴ്ച കണ്ട ആ രാജാവ് സാഷ്ടാംഗം വീണ് ഭൂമിയിൽ നമസ്കരിച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ വംശം ധന്യമായി, എൻ്റെ ഈ സൗഭാഗ്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും തലമുറകൾക്കും അതേമാതിരി ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും ഒക്കെ പ്രയോജനപ്പെടും. ബ്രഹ്മലോകത്തിനും കൈലാസത്തിനും ഇന്ദ്രലോകത്തിനും ഈ മഹിമയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സ്തുതിച്ചു. രാജാവിനെ കണ്ടപ്പോൾ ഭഗവാനും സന്തോഷമായി. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. തന്നെ വളർത്തിയ ആളിന് കുറേ കാലം അല്ലേ, അപ്പോൾ അതുകൊണ്ട് പിടിച്ച് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയുടെ ഗൃഹത്തിൽ അതിഥിയായിട്ട് ഒരുപാട് കാലം താമസിച്ചു. കൊച്ചുകുട്ടിയെപ്പോലെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും എന്താ പറയുക, അങ്ങനെ ഒക്കത്തെടുത്ത് നടക്കുക വരെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കാല് മുറിഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് മരുന്ന് വെച്ച് തന്നു. ഞാൻ ഉറങ്ങാൻ ബുദ്ധിമുട്ടിയപ്പോൾ അങ്ങനെ താരാട്ട് പാട്ട് പാടിയിട്ട് ഉറക്കിയിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമുള്ള വസ്തുക്കളൊക്കെ തന്നിട്ട് എൻ്റെ വയറ് നിറച്ചിട്ടുണ്ട്. മറ്റുള്ളവരെന്നെ കുറ്റം പറഞ്ഞപ്പോഴും അങ്ങ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ബാലസഹജമായിട്ട് പല കുസൃതികളും കാണിച്ചിട്ടുണ്ട്, പല വികൃതികളും കാണിച്ചിട്ടും അങ്ങ് അതൊക്കെ പുറത്ത് ക്ഷമിച്ചിട്ടുണ്ട്. സ്വന്തം അച്ഛൻ ചെയ്യുന്നതിനേക്കാളും മഹത്തരമായിട്ട് അവിടുന്ന് എന്നെ നോക്കിയിട്ടുണ്ട്. എന്നെ കൊല്ലാനായിട്ട് മായാശക്തിയുള്ള പല അസുരന്മാരും വന്നപ്പോൾ ഞാൻ അവരെയൊക്കെ നിഗ്രഹിച്ചു. അതിനെയൊക്കെ ദുർനിമിത്തമായിട്ട് കണ്ടിട്ട് ആൾക്കാർ എന്നെ പുറത്ത് കളയണമെന്ന് പറഞ്ഞപ്പോഴും അങ്ങ് എന്നെ പുറത്ത് കളഞ്ഞില്ല. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അച്ഛനായിട്ടുള്ള കശ്യപൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നും അങ്ങുണ്ടായിരുന്നു. അങ്ങയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ മുദ്ഗലൻ എന്നുള്ള മഹർഷിയെ മനഃപൂർവ്വമാണ് അങ്ങയുടെ അടുത്തേക്ക് അയച്ചിട്ട് എൻ്റെ ഈ ലോകത്തെ കാണാനുള്ള ആഗ്രഹം ഞാൻ അങ്ങയുടെ മനസ്സിലുണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇത്രയും കാലം തപസ്സൊക്കെ ചെയ്ത് അർഹത നേടിയിട്ട് ഇങ്ങോട്ട് വരാൻ കാരണം
ഈ ആഗ്രഹം ഭഗവാൻ. അപ്പം ഭഗവാൻ പറയണത് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് അങ്ങ് വന്ന് എനിക്ക് അങ്ങേ പിരിഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛനെ പിരിഞ്ഞിരിക്കണ പോലെ തന്നെ സങ്കടമുണ്ടാക്കുന്നതായിരുന്നു എന്ന് പറയുന്നു ഭഗവാൻ. അല്ല, അങ്ങനെയൊക്കെ ഒരു ഭക്തരെ കിട്ടാൻ, എന്താ പറയുക, ഭഗവാന്റെ ആ ഒരു സ്നേഹം കിട്ടാണ്ടൊരു ഭാഗ്യമാണ്. അപ്പോൾ കഥയായിരിക്കാം ഇത്, പക്ഷേ ഭഗവാനെ അങ്ങനെ മക്കളെപ്പോലെ കാണുന്ന, ഭഗവാന്മാരെ ഈവൻ ശിവനെപ്പോലും പുത്രനെ പോലെ കാണുന്ന ഒരാളെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു. അവരുടെയൊക്കെ ഭക്തിയുടെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല, നമ്മളൊക്കെ വെറും വേസ്റ്റുകളാണ്. ആരാധിച്ച് നടക്കണ, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഈശ്വരനെ വിളിച്ച് നടക്കണ, വേഷം കെട്ടി നടക്കണ ഭഗവാന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കണം വെറും ഒരു കൂട്ടങ്ങളാണ് നമ്മളൊക്കെ. അതൊക്കെയാണ് ശരിയായ ഭക്തി. അപ്പം എൻ്റെ ഭക്തനായതുകൊണ്ട് മാത്രമാണ് ഞാൻ മുദ്ഗലനെ എൻ്റെ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മഹർഷി ആയതുകൊണ്ടല്ല. മുദ്ഗലനും ഇപ്പോൾ ഇവിടെയുണ്ട്, നിങ്ങൾ തമ്മിൽ പരിചയക്കാരല്ലേ എന്നിങ്ങനെ ചിരിച്ചിട്ട് ചോദിച്ചു. ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് സന്തോഷമായിട്ട് രാജാവ് സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിച്ചു. സന്തുഷ്ടനായിട്ടുള്ള ആ ഭഗവാൻ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, വരം ചോദിച്ചോളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ വന്നില്ലേ ഭഗവാനെ, ഇത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വരം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. എല്ലാ കാലത്തും ഏത് ജന്മം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങയിൽ ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞു രാജാവ് നമസ്കരിച്ചു. ഇനി തനിക്ക് ജനനവും വേണ്ട മരണവും വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഉടലോടെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. ആ ശരീരം മരിച്ചേ പറ്റൂ. അത് മരിച്ചിട്ടില്ല, മരിക്കാതെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പറയുക, ഇനിയും തനിക്ക് ജനനം മരണവും ആവശ്യമില്ല, സംസാര ലോകത്തുനിന്ന് മോക്ഷം വേണം എന്ന് പറഞ്ഞിട്ട് രാജാവ് അഭ്യർത്ഥിച്ചത് വിനായകൻ അനുഗ്രഹിച്ച് അംഗീകരിച്ചു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗണേശനാമ സങ്കീർത്തനം. ഓം ഗം ഗണപതയേ നമഃ. വള്ളിയൂരപ്പ സന്തോഷിക്കണേ ഭഗവാൻ.